ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിഹിതരായിട്ടുള്ള വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം സമാഗമന കൂടാരത്തെ മുൻനിർത്തി സംസാരിച്ചു പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1-2 ആഴ്ച പൊതുവായി ചില കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ മുൻപോട്ട് പോയത്. അപ്പോൾ എവിടെയാണോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ പഠനം അതൊരു ഗൗരവമായ വിഷയമാണ്. ദൈവസഭയുടെ നിഴലെന്നുള്ള നിലയിലാണ് നമ്മൾ ആ കൂടാരത്തെ പഠിക്കാനായിട്ട് പരിശ്രമിച്ചത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനുണ്ടായ കാര്യകാരണങ്ങളൊക്കെ മുന്നേ സെഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൂടാരം യേശുക്രിസ്തുവിന് നിഴലാണ്, അതുപോലെ തന്നെ ദൈവസഭയ്ക്ക് നിഴലാണ്. വ്യക്തിപരമായി നാം ഓരോരുത്തരും സഭയാണ്. അപ്പോൾ നാം ഇപ്പോൾ ഈ മൺമയമായ കൂടാരത്തിൽ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അതായത് ദൈവസഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവസഭയ്ക്ക് വിവിധങ്ങളായ ഉപമാനങ്ങൾ ബൈബിളിൽ കാണാം. വിവിധങ്ങളായ ഉപമാനങ്ങൾ. അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സഭ ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ളൊരു വിഷയം. അപ്പോൾ ആ കാര്യത്തിൻ്റെ ആഴങ്ങൾ പഠിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ അത്രമേൽ ആഴങ്ങളില്ല. അതിൻ്റെ ആഴങ്ങളെല്ലാം പഴയ നിയമത്തിലേക്ക് പോയാണ് നമ്മൾ ഗ്രഹിക്കുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെ അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാണാൻ കഴിയും. ഒന്ന് യെരുശലേം ദേവാലയവും, മറ്റൊന്ന് സമാഗമന കൂടാരവും. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമി വഴിയായി വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന സമയത്ത് അവരോട് ഉണ്ടാക്കുവാൻ പറഞ്ഞതാണ് സമാഗമന കൂടാരം. അങ്ങനെ മോശയിലൂടെ സമാഗമന കൂടാരം നിർമ്മിക്കുകയും ആ കൂടാരത്തിൽ ശുശ്രൂഷിക്കുവാനുള്ള പൗരോഹിത്യം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം മോശയുടെ സഹോദരനായ അഹ്റോനും അവൻ്റെ പുത്രന്മാരുമായി ആ കാര്യങ്ങൾ ചുമതലപ്പെടുത്തി. അതിൻ്റെ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ അതെല്ലാം അവിടെ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പുതിയ നിയമസഭയുമായി കണക്റ്റഡായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ആഴങ്ങളും ഗൗരവങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ദൈവസ്നേഹം ജ്വലിക്കുന്നതും. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയണമെന്നില്ല. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ വാക്യം തന്നെ അബ്രഹാമിനെയും ദാവീദിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അബ്രഹാം ആരാണ്, ദാവീദ് ആരാണ്, ദൈവത്തിൻ്റെ രക്ഷണീയ പ്രവൃത്തി എന്താണ് എന്നൊക്കെയുള്ളതിൽ ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് അവൻ അന്വേഷിച്ചു പോകും. അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിലേക്ക് കടന്ന് അതിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഗൗരവങ്ങളും ഒക്കെ പഠിച്ചു വരുമ്പോഴാണ് നമ്മുടെ ദൈവം ആരെന്നും ആ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്നും അവൻ്റെ വല്ലഭത്വം എന്തെന്നും ആ ദൈവത്തിൻ്റെ നീതി എത്രത്തോളം എന്നും ഒക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുമ്മാ മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ വക കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ആരംഭ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്. 2 തിമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2-3 വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദൈവനിശ്വാസ്യമായ തിരുവെഴുത്തുകൾ നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ നിയമ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ പഠനത്തിനെടുക്കുന്നതെന്നുള്ളതൊക്കെ അന്ന് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ വേഗം മുന്നോട്ട് പോവുകയാണ് സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേക്ക്. വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പുറപ്പാട് 25-ാം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് വന്നത്. അതായത് ഈ കൂടാരം നിർമ്മിക്കുവാൻ വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ മോശയ്ക്ക് ലഭിക്കുകയാണ്. ആ കാര്യങ്ങൾ മോശ വന്ന് ഇസ്രായേൽ ജനത്തോട് പറയാണ്. അതാണ് പുറപ്പാട് 25-ന്റെ 8-9 ആ വാക്യങ്ങൾ. അതിനെ ഒരു ആധാരമാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയം മുന്നോട്ട് പറഞ്ഞു പോയത്. അതായത് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന് ഹോരേബിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. അതായത് അതിൻ്റെ പിന്നിലേക്കുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മനസ്സാക്ഷി യുഗത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യരോട് ഇടപെട്ടതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളന്ന് ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോഴാണല്ലോ ഇസ്രായേലിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കൂടാരം നിർമ്മിക്കണം. അതിനു മുമ്പ് അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ വലിയവനായ ദൈവം ഇടപെട്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുമായി കൂട്ടായ്മ ആചരിച്ചിട്ടുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ സന്തതി പരമ്പരയോടുകൂടെ വലിയവനായ ദൈവം വസിച്ച് അവരെ വഴി നടത്തുന്ന കാര്യമാണ് ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. പുതിയൊരു യുഗം അവിടെ ആരംഭിക്കുകയാണ്.
ന്യായപ്രമാണ യുഗം അവിടെ ആരംഭിക്കുകയാണ്. ന്യായപ്രമാണം അവർ കയ്യേറ്റു വാങ്ങുകയാണ്. അങ്ങനെ ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ഈ പറയപ്പെട്ട വാക്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ 10-11 വാക്യങ്ങളാണ് പിന്നീട് നമ്മൾ വായിച്ചത്. ആ 2 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പെട്ടകം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ കൂടാരത്തിൻ്റെ നിർമ്മിതിയിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് പെട്ടകമാണ്. പെട്ടകം അഥവാ ആർക്ക്. അങ്ങനെ പെട്ടകം ഖദിരമരം കൊണ്ടാണ് നിർമ്മിക്കേണ്ടത്. അതിൻ്റെ അകത്തും പുറത്തും പൊന്നു പൊതിയണം. അതുപോലെ അതിനകത്ത് 3 വിശേഷപ്പെട്ട കാര്യങ്ങളെ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ വായിച്ച എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്നാണ്. അതിനകത്തൊരു പൊൻപാത്രമുണ്ട്, പൊൻപാത്രത്തിൽ മന്ന ഇട്ട് വെച്ചിരിക്കുന്നു. അതുപോലെ അഹറോൻ്റെ തളിർത്ത വടിയുണ്ട്, നിയമത്തിൻ്റെ കൽപ്പലകയുണ്ട്. അതിൽ പൊൻപാത്രത്തിലെ മന്നയെക്കുറിച്ച് നമ്മൾ ചില ആഴ്ചകൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് നിയമത്തിൻ്റെ കൽപ്പലക എന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം അഹറോൻ്റെ തളിർത്ത വടി എന്നുള്ളൊരു വിഷയം, അതും കൂടെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതും പൂർത്തീകരിച്ചതിന് ശേഷം നമുക്ക് മേഴ്സി സീറ്റ് അഥവാ കൃപാസനത്തിലേക്ക് കടക്കണം. അത് കഴിഞ്ഞ് കൃപാസനത്തിന് മുകളിൽ 2 കെരൂബുകൾ, ആ 2 കെരൂബുകളുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസാരിക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഈ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ ആ ഒരു ഭാഗത്ത് പിന്നെയും പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലേക്കൊക്കെ സാവധാനം നമുക്ക് പ്രവേശിക്കാം, കർത്താവിൻ്റെ വരവ് താമസിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടകത്തിനകത്തിരിക്കുന്ന വിശേഷപ്പെട്ട വസ്തുക്കളിൽ നിയമത്തിൻ്റെ കൽപ്പലകയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് നിയമത്തിൻ്റെ കൽപ്പലകയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇസ്രായേലിന് 10 കൽപ്പനകൾ എത്ര പ്രാവശ്യം കൊടുത്തെന്നും അങ്ങനെ 10 കൽപ്പനകളുമായി ബന്ധപ്പെട്ട് അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ 2 കൽപ്പനകളിൽ ഈ പ്രമാണം എഴുതിയതും ഒക്കെ നമ്മൾ ചിന്തിച്ചു. അതെല്ലാം കഴിഞ്ഞുപോയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന്, അതായത് പിന്നത്തേതിൽ നമ്മൾ കണ്ടത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ഈ ന്യായപ്രമാണം 613 കൽപ്പനകൾ, അതിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചു. അതായത് മോറൽ ലോയും സിവിൽ ലോയും പിന്നെ സെറിമോണിയൽ ലോയും. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പുറപ്പാട് ദിവസവും ലേവ്യ പുസ്തകവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അതിൻ്റെ ഡിവിഷൻസൊക്കെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് വന്നപ്പോൾ ആ ഭാഗം കൺക്ലൂഡ് ചെയ്തത്, അതായത് ഈ 613 കൽപ്പനകളുടെ ഒരു സംക്ഷിപ്തമാണ് 10 കൽപ്പനകൾ എന്ന് പറയുന്നത്. ഈ 613 കൽപ്പനയെയും ഈ 10 കൽപ്പനയിലേക്ക് ചുരുക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും കണ്ടത് ഈ 10 കൽപ്പനയെ വീണ്ടും ചുരുക്കി 2 കൽപ്പനയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 10 കൽപ്പനയിലെ ആദ്യ പോർഷൻ നമ്മൾ കണ്ടു. അതായത് മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതിനെല്ലാം കൂടെ ഒറ്റ വാക്കിൽ ചുരുക്കി മർക്കോസ് 12-ന്റെ 29-30 ആ വാക്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത്. അതുപോലെ മനുഷ്യനും തമ്മിൽ പറഞ്ഞ ആ കാര്യങ്ങൾ 6 കൽപ്പനകൾ അതും ചേർത്ത് വെച്ചിട്ട് അവിടെ പറയുമായിരുന്നു. അതായത് കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, ഈ 2 കാര്യങ്ങളും ചേർത്ത് വെച്ച് മുഴുവൻ ന്യായപ്രമാണം അതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ ഭാഗങ്ങളെ അവസാനിപ്പിച്ചത്. അപ്പം ഇന്ന് നമുക്ക് തുടർന്ന് മുൻപോട്ട് ചിന്തിച്ചു പോകേണ്ട കാര്യമെന്ന് പറയുന്നത് ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ സംസാരിക്കുന്നത്. പെട്ടെന്ന് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് അതിതീവ്രമായി ചിന്തിക്കുന്ന ആരെങ്കിലും നമ്മളെ കേൾക്കാൻ വന്ന് അവർ ഞെട്ടിപ്പോവും. എൻ്റെ ദൈവമേ, പുതിയ നിയമം പിറന്നിട്ടും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടും ഇവർ ഇപ്പോഴും ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ഓർത്തു പോവും. ഓർക്കാപ്പുറത്തെ ഓടിക്കേറി വന്നു കഴിഞ്ഞാൽ അവർ ഞെട്ടിപ്പോവില്ലേ? അപ്പോൾ അവർ പറയും, ഇവർക്ക് പുതിയ നിയമത്തിൽ നിന്നോ ലേഖനങ്ങളിൽ നിന്നോ ഒന്നും പ്രസംഗിക്കാനില്ല എന്നൊക്കെ ചോദിച്ചു പോവും. ആക്ച്വലി നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ടാണ്. സമാഗമന കൂടാരത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമാണ് നമ്മൾ ദർശിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിലെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം, അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ആ നിഴലിൻ്റെ ഗൗരവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടകത്തിലേക്ക് വന്നത്. പെട്ടകമാണല്ലോ ആദ്യം ധ്യാനിക്കേണ്ടത്. അപ്പോൾ പെട്ടകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗൗരവം നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ആദ്യം പെട്ടകമാണ് തയ്യാറാക്കേണ്ടത്. അതുപോലെ നാം നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ആദ്യം ഹൃദയമാണ് ഒരുക്കപ്പെടേണ്ടത്. ഹൃദയം ഒരുക്കപ്പെടണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. പെട്ടകത്തിൻ്റെ നിർമ്മിതിക്ക് ശേഷമാണ് ബാക്കി എല്ലാം ഉണ്ടാക്കുവാനായിട്ട് പറഞ്ഞത്. ഇതെല്ലാം തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പം ഈ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത് ഗൗരവമായ വിഷയമാണ്. ഇതൊരു ഗൗരവമായ ചിന്താവിഷയമല്ലേ? അപ്പോൾ അതങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ ചുരുൾ നിവർത്താനുണ്ട്. ഇന്ന് നമ്മളത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ആ പുതിയ നിയമത്തിൻ്റെ പ്രകാശനത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിൻ്റെ പ്രകാശനത്തിലേക്ക്, അതായത്
ഏദൻ തോട്ടത്തിൽ നിന്ന് വലുവനായ ദൈവം മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ കാൽവറി അവിടെ സൃഷ്ടിക്കുകയല്ലായിരുന്നു. അതിനുശേഷം ഒത്തിരി കാലങ്ങൾ കഴിഞ്ഞുപോയി. കാലസമ്പൂർണതയിലാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ആ രക്ഷണീയ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനിടയിൽ മനസാക്ഷി യോഗക്കാർ നിൽക്കുന്നു. പിന്നത്തേതിൽ ന്യായപ്രമാണ യുഗം വന്നു. ഈ പറയപ്പെട്ട കാലഘട്ടത്തിലൊക്കെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അതെങ്ങനെയായിരുന്നു? വിശുദ്ധ പ്രവാചകന്മാർ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്? മെശിഹയിലേക്കുള്ള ആ ഒരു ചൂണ്ടുപലകകൾ ഏതു വിധത്തിലൊക്കെയാണ്? ഇതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത് അന്വേഷിക്കാതിരിക്കാമായിരുന്നു നമുക്ക്. എങ്ങനെയാ? നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഒരു ഹെലികോപ്റ്റർ വന്ന് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, നമ്മൾ ഈ വിശ്വാസ വഴിയിലേക്ക് വന്നതിന് ശേഷം 27 പുസ്തകങ്ങൾ മാത്രമുള്ള ഈ ഗിഡിയൻസിൻ്റെ സൗജന്യ ബൈബിൾ ഉണ്ടല്ലോ, അത് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നെങ്കിൽ പിന്നെയും സമാധാനം ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഈ 66 പുസ്തകങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കാരണത്താൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും അരികും മൂലയും അരിച്ചു പെറുക്കി അന്വേഷിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഗൗരവമായ ഈ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിൻ്റെ ആ ഒരു കാര്യകാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നേരത്തെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വം സീനായിൽ ഇറങ്ങുന്നു. പിന്നത്തേതിൽ മോശയെ യഹോവയായ ദൈവം സീനായി പർവ്വതത്തിന് മുകളിലേക്ക് വിളിക്കുന്നു. അങ്ങനെ മോശയുമായി ദൈവം സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെയായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണ് പ്രമാണം ലഭിക്കുന്നത്. അതിനു മുമ്പ് മോശ ഗ്രഹിച്ച കാര്യങ്ങൾ വന്ന് ഇസ്രായേലിനോട് പറയുന്നുണ്ട്. അങ്ങനെ പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 19 വേഴ്സ് 7 and 8. മോശ വന്നു ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനമൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിന്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. അപ്പോൾ പുറപ്പാട് ദിവസം 19-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശയും യഹോവയായ ദൈവവും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് മുകളിലുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ട മോശ വന്ന് ജനത്തിൻ്റെ മൂപ്പന്മാരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ അവർ പറയുന്ന മറുപടിയാണ് 8-ാം വാക്യം. യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യുമെന്ന് ജനം ഉത്തരം പറഞ്ഞു. മോശ ജനത്തിൻ്റെ വാക്ക് യഹോവയുടെ സന്നിധിയിൽ ബോധിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം പറയുകയാണ്, ഓക്കെ, നോ പ്രോബ്ലം, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രവർത്തിച്ചോളാം, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി എന്ന നിലയിലാണ് അവർ പറയുന്നത്. അപ്പം ആ കാര്യങ്ങളെല്ലാം, അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മോശ ദൈവത്തോട് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് ദിവസം 24-ന്റെ ചാപ്റ്റർ 24 വേഴ്സ് 3. 24-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അപ്പോൾ മോശ യഹോവയുടെ വചനങ്ങളും ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു. യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെ ഏകശബ്ദത്തോടെ ഉത്തരം പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം മോശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജനം എന്താ പറഞ്ഞത്? യഹോവ കൽപ്പിച്ച സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും പല ശബ്ദത്തിലല്ല, ഏക ശബ്ദത്തിൽ ഉത്തരം പറഞ്ഞു. ഇതിനു മുമ്പൊക്കെ പല ശബ്ദങ്ങളുണ്ടായി അല്ലേ? ഇതിനു മുമ്പൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല ശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചെങ്കടലിൻ്റെ കരയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോയേക്കാം, അവിടെയാണെങ്കിൽ നല്ല സോഫ്റ്റ് അപ്പങ്ങളൊക്കെ തിന്ന് ശാന്തമായിട്ട് ജീവിച്ചു പോകാം. ഇപ്പോൾ ഈ പുളിപ്പില്ലാത്ത അപ്പമൊക്കെ തിന്ന് വല്ലാത്തൊരു പരുവത്തിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് മടങ്ങിപ്പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് അവരൊരു തലവനെ തന്നെ നിശ്ചയിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. അങ്ങനെ പല ശബ്ദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ശബ്ദത്തിൽ അവർ പറയാണ്, ഞങ്ങളിതെല്ലാം പാലിച്ചു കൊള്ളാമെന്ന്. എന്നാൽ ചരിത്രം പഠിക്കുന്ന, വിശുദ്ധ തിരുവെഴുത്ത് ചിന്തിക്കുന്ന നമ്മെ പോലെയുള്ളവർക്ക് അറിയാം, ഇസ്രായേലിന് ഒരിക്കലും അത് വേണ്ട വിധത്തിൽ പാലിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലും കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് വരികയാണല്ലോ. അവിടെ വെച്ചാണ് ഈ പ്രമാണമൊക്കെ ലഭിക്കുന്നത്. അതായത് ഹോരേബി വെച്ച് പ്രമാണമൊക്കെ ലഭിച്ചു, കൂടാരമൊക്കെ നിർമ്മിച്ചു, പൗരോഹിത്യം ലഭിച്ചു. അങ്ങനെ അവർ ദൈവത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച് മുൻപോട്ട് വരികയാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രമാണലംഘനം നടത്തി. അവർ വാമൊഴിയായി ഈ പ്രമാണങ്ങളൊക്കെ കേട്ടതാണ്. വലിയവനായ ദൈവം സംസാരിക്കുന്നത് കേട്ട് ഞങ്ങളിതൊക്കെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് അവർ പിന്നത്തേതിൽ കാളക്കുട്ടി ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാം.
അത് കഴിഞ്ഞ് അവരുടെ പാളയം പിന്നീട് മുൻപോട്ട് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർ പലയിടത്ത് പാളയം അടിച്ചടിച്ചടിച്ചാണ് അങ്ങനെ കാദേശ് ബർന്ന വരെ വന്നത്, അതായത് യോർദാൻ്റെ കര വരെ വന്നത്. അങ്ങനെ ആ വന്ന കാലഘട്ടത്തിലൊക്കെ അവർ ദൈവത്തെ കോപിപ്പിക്കുന്ന കാര്യങ്ങൾ, ലഭിക്കപ്പെട്ട പ്രമാണങ്ങളെ മറികടക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതെല്ലാം ചെയ്തോളാന്ന് പറഞ്ഞതാ, എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞാ ഇറങ്ങി തിരിച്ചത്. പക്ഷെ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ലെന്നാ നമ്മൾ അവിടെ വായിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് പുതിയ നിയമ ക്രിസ്ത്യാനികൾ. അവർ രക്ഷിക്കപ്പെടുന്നു, രക്ഷ സൗജന്യമാണ്, കൃപയാൽ സൗജന്യമായി അൺകണ്ടീഷണലായി അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അതൊക്കെ അത് കഴിഞ്ഞ് പിന്നീട് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് അവരെ വിശ്വാസ സ്നാനത്തിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ വിശ്വാസ സ്നാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഉടമ്പടി ബന്ധമാണ് ആരംഭിക്കുന്നത്. നമ്മൾ തീറാധാരത്തിൽ ഒപ്പിടുകയാണ്, സെയിൽ ഡീഡിൽ ഒപ്പിടുകയാണ്. ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കും എന്ന ഒരു ഉടമ്പടി ബന്ധമാണ് അവിടെ ആരംഭിക്കുന്നത്. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത കുറവാണ്. അങ്ങനെ ആ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ്. രക്ഷിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. ഇനി ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെ നമ്മെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പുതിയ നിയമത്തിന്റെ തത്വം എന്ന് പറയുന്നത് നമ്മൾ തന്നെ നടക്കുക എന്നുള്ളതല്ല. റോമാലേഖനം 8:14 നിങ്ങൾക്ക് കാണാതെ അറിയാം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ ആത്മാവ് നമ്മെ നടത്തണം. നമുക്ക് ബോധിച്ച വഴിയിലൂടെ ഇന്നലകളിൽ നടന്നെന്ന് നമ്മൾ വായിച്ചു. ഇന്നലെ വായിച്ചായിരുന്നു. ഇന്നലെ നിങ്ങൾ പലരും വന്നില്ലല്ലോ അല്ലേ? ഇന്നലെ അങ്ങനെ ഒരു വാക്യം വായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 14:16 ഇന്നലെ വായിച്ചു. അതായത് അവൻ സകല ജാതികളെയും തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കാനായിട്ട് അനുവദിച്ചു ഒരു കാലത്ത്. അങ്ങനെ നടന്നതാണ് നമ്മൾ. കൃപയാൽ ഒരു ഉദ്ധാരണം ലഭിച്ചു, രക്ഷിക്കപ്പെട്ടു. ആ വീണ്ടെടുപ്പിൻ പ്രക്രിയ നിമിത്തം നമ്മൾ ദൈവകുടുംബത്തിലെ അംഗങ്ങളായി. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയാണ്, നമ്മെ നടത്തുകയാണ്. അങ്ങനെയാണോ? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണോ നമ്മൾ? ടെക്നിക്കലി വേണേ അങ്ങനെ പറയാം. പക്ഷെ യാഥാർത്ഥ്യം അതാണോ? യാഥാർത്ഥ്യം അതാകാൻ സാധ്യത വളരെ കുറവാണ്. മെജോറിറ്റിയും നടക്കുന്നത് അവരുടെ സ്വയത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. അതായത് അതിന് പറയുന്നത് സോൾലെറ്റ് ലൈഫാണ് നയിക്കുന്നതെന്നാണ്. ദേഹീ നിയന്ത്രിത ജീവിതത്തിലാണ് നല്ല പങ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷകർ സഹിതം, പിന്നെ ശുശ്രൂഷകർ സഹിതം മേമ്പടിക്ക് പല കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നോർമലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നോർമലി നമ്മൾ ചിന്തിച്ചാൽ അങ്ങനെയാണ് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. എന്നാൽ അങ്ങനെ ആ ആത്മാവിൻ്റെ നടത്തിപ്പിന് ഇന്ന് പലരും വിധേയപ്പെട്ട് കൊടുക്കുന്നില്ല. ആത്മാവിൻ്റെ നടത്തിപ്പിലേക്ക് നമ്മൾ വരണമെങ്കിൽ അനുദിനം ക്രൂശെടുക്കണം. അതൊരു സമർപ്പിതാനുഭവമാണ്. അനുദിനം ക്രൂശെടുക്കണം. ഇങ്ങനെയുള്ള ചില ക്ലോസുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ചില ക്ലോസുകളുണ്ട്. ആ ക്ലോസുകളിൽ ഇതൊക്കെ ഉണ്ടെന്നേ. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശെടുക്കണം. അതിൽ തന്നെത്താൻ ത്യജിക്കുക അഥവാ ഡിനൈ യുവർ സെൽഫ് എന്നുള്ള ആ കാര്യം, അതിൻ്റെ ഉത്തരം എന്താ? എൻ്റെ സ്വന്തം താല്പര്യങ്ങളും സ്വന്തം ഇച്ഛകളും സ്വന്തം കാര്യങ്ങൾക്കും പ്രാധാന്യമില്ല. അതിനെയെല്ലാം ഞാൻ മരിപ്പിക്കാൻ ഏൽപ്പിക്കുകയാണ്. പകരം പരിശുദ്ധാത്മാവ് എൻ്റെ ദേഹിയുടെ മേൽ അഥവാ എൻ്റെ സോളിന് മേൽ ഒരു നിയന്ത്രണം എടുക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നടത്തപ്പെടുകയാണ്. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ ദേഹിയുടെ മേൽ അഥവാ എൻ്റെ പ്രാണന്റെ മേൽ ആ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലെ വാക്യം ഓർക്കണം. നമ്മുടെ പ്രാണന്റെയും ആത്മാവിൻ്റെയും മധ്യത്തിൽ വചനമാകുന്ന വാള്, അല്ലേ? വചനമാകുന്ന വാള് പ്രാണന്റെയും ആത്മാവിൻ്റെയും ഇടയിൽ കടന്നു വരണം. പ്രാണനെയും ആത്മാവിനെയും വേർപെടുത്തണം. അതായത് പ്രാണനെയും ആത്മാവിനെയും വേർപെടുത്തണം. നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്താൻ കഴിയണം. അതായത് നമ്മുടെ ദേഹിയുടെ മേൽ ആ നിയന്ത്രണം വരണം. നമ്മുടെ ദേഹി അഥവാ നമ്മുടെ സോൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ട്? നമ്മുടെ മൈൻഡും വില്ലും ഇമോഷനും ഒക്കെ അവിടെയാണുള്ളത്. അതായത് നമ്മുടെ വില്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തി, അതിനുമേൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം വരണം. ആ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒടുവിൽ പറയേണ്ടതായിരുന്നു, എന്നാലും ഞാൻ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞതാണ്. ഓർക്കണം, പ്രമാണം കയ്യേറ്റുവാങ്ങിയ ഇസ്രായേൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചവരാണ്.
പക്ഷെ അവർക്ക് അതൊന്നും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല സഹോദരങ്ങളെ. അവർക്കതൊന്നും പാലിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്താ? ന്യായപ്രമാണം അത്രയ്ക്കും ടഫാണ്. പ്രമാണം എങ്ങനെ കയ്യേറ്റു വാങ്ങിയെന്നാണ് പറഞ്ഞത്? നമ്മൾ കല്ലിലാണ് എഴുതി കൊടുത്തത്. കല്ലിൽ എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവത്തിൻ്റെ ക്യാരക്ടർ അതിലൂടെ മനസ്സിലാവും. അതായത് ഈ പ്രമാണം ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഒരിക്കലും മാറാത്ത എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണമാണത്. ലോകരാജ്യങ്ങളുടെ ഭരണഘടനകൾക്കെല്ലാം മാറ്റം വരാറുണ്ട്, അതിൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ യാതൊരു അമെൻമെൻറ്റ്സും കൊണ്ടുവരുവാനായിട്ട് സാധ്യമല്ല. ഇന്നലെ ഒരു TPM വിശ്വാസിയായിട്ട് അല്പം സംസാരിക്കാനിടയായി. അവർ ഈ അമെൻമെൻറ്റിലൊക്കെ വിശ്വസിക്കുന്നവരാണെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു സംവിധാനം അതിശ്രേഷ്ഠമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടേതും മോശമൊന്നുമല്ല, ശ്രേഷ്ഠമാണ്. പെന്തക്കോസ്തുകാരുടെയും ശ്രേഷ്ഠമാണ്. അവരുടെ പെന്തിക്കോസ്തിൻ്റെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടേത് ശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ശുശ്രൂഷകർ കല്യാണം പോലും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. വൈബ്രേഷൻ ഇട്ടാ പറഞ്ഞ്, കല്യാണം പോലും കഴിക്കുന്നില്ലെന്ന്. ഞങ്ങൾ കല്യാണം കഴിച്ച് കർത്താവിൻ്റെ വേല ചെയ്യും. ഞങ്ങൾക്ക് മുമ്പ് അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിൽ ശുശ്രൂഷിച്ച ആളുകളാണ് മോശയും അഹറോനൊക്കെ. അവരൊക്കെ കല്യാണം കഴിച്ചവരായിരുന്നു. അതുപോലെ കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ദൈവസഭയുടെ ആരംഭം കുറിക്കുവാൻ താക്കോൽ കയ്യേറ്റു വാങ്ങിയ പത്രോസ് കല്യാണം കഴിച്ചതായിരുന്നെന്ന് പറഞ്ഞു. അവരൊക്കെ കല്യാണം കഴിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പുള്ളി പറഞ്ഞത്, അത് സഭയുടെ ആരംഭ കാലഘട്ടത്തിൽ അന്ന് അങ്ങനത്തെ ചില പ്രത്യേക സാഹചര്യത്തിൽ ശുശ്രൂഷയ്ക്ക് ആളുകൾ അധികം കിട്ടിയില്ല. ആളുകളില്ലാതിരുന്നുകൊണ്ട് പത്രോസിനെയൊക്കെ പിടിച്ച്, പെണ്ണ് കെട്ടിയ പത്രോസിനെയൊക്കെ പിടിച്ച് ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടിയവരെ ഒന്നും പിന്നെ ശുശ്രൂഷയ്ക്ക് എടുത്തില്ല, യോഗ്യരല്ല അവരാരും. പിന്നെ പെണ്ണ് കെട്ടിയ ഒറ്റ ഒരുത്തിനെയും, ഷിജു പാസ്റ്റർ കേൾക്കുന്നുണ്ടല്ലോ, പെണ്ണ് കെട്ടിയ ഒറ്റ ഒരുത്തിനെയും ഈ പണിക്ക് പിന്നെ എടുത്തിട്ടില്ല. അപ്പോൾ പാസ്റ്റർ പോളോ ഏതാ? നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ പോള്, പുള്ളിക്ക് 5 മക്കളാ. അപ്പോൾ അതാണ് ഉദാഹരണം പറഞ്ഞത്. അവിടെയാണ് പുള്ളി ഉദാഹരണം പറഞ്ഞത്. പത്രോസ് ഇത്യാദിയായ ആളുകളെ കൊണ്ട് ക്രിസ്തീയ സഭയുടെ ആരംഭം കുറിച്ചു. പിന്നീട് പൗലോസ്, തിമത്തിയോസ്, തീത്തോസ് ഇവരൊന്നും കല്യാണം കഴിക്കാത്തവരായിരുന്നു. പിന്നീട് അവരിലൂടെയാണ് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ പാസ്റ്റർ പോളിലൂടെ TPM ആരംഭിച്ചു. അത് കഴിഞ്ഞ് പാസ്റ്റർ ആൽബിനിലൂടെ പിന്നീട് കല്യാണം കഴിക്കാത്തൊരു ലോകത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. വിട്ടവരുമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകർ വന്നു. അപ്പോൾ ഇതൊക്കെ ഏത് വചനത്തിൻ്റെ ബേസിലാണ് ബ്രദർ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിലെ വചനത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് ഞാൻ തുടക്കത്തിൽ ചോദിച്ചു. യെസ്, അത് പറഞ്ഞില്ലല്ലോ. ആ വചനത്തിൻ്റെ വ്യാഖ്യാനമാണ് പുള്ളി തന്നത്. അമെൻമെൻറ്റ്സ് പിന്നീട് കൊണ്ടുവന്നെന്ന്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, പിന്നീട് അതിനകത്ത് മാറ്റം മറിച്ചിലുകൾ വന്നിട്ടുണ്ട്. അതാണ് കല്യാണം കഴിപ്പീര് പരിപാടി വേണ്ടാന്ന് തന്നെ ഞങ്ങൾ വെച്ചത്. കല്യാണം കഴിക്കാതെ ഞങ്ങളുടെ മൂപ്പത്തികൾ ഒരു കൂരയ്ക്ക് കീഴിൽ കിടക്കുകയല്ലേ. എന്തൊരു കിടപ്പാ അതൊക്കെ, ഭയങ്കരം. കുഴപ്പമില്ല, സന്തോഷം, അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യം, ഈ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. അതെന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അപ്പോൾ അവരെ അങ്ങ് വിട്ടേക്കാം, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഒന്ന് ചെറുതായിട്ട് സ്കിപ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ലേ? പ്രമാണം ഗൗരവമുള്ളതാണ്, പ്രമാണം വളരെ ഗൗരവമുള്ളതാണ്. ഇവിടെ എനിക്ക് 2-3 ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുണ്ട്. അതായത് ഈ ന്യായപ്രമാണം എന്തിനു കൊടുത്തു? അതായത് നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ കൃപയുടെ പ്രമാണത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ന്യായപ്രമാണം ഇടയിൽ വന്നു കൂടിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. ന്യായപ്രമാണം അതിനിടയിൽ വന്നു. അപ്പം ഇവിടെ ഞാൻ 1-2 പിക്ചറുകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്, എൻ്റെ കയ്യിൽ പിക്ചറൊന്നുമില്ല, ഞാനൊരു ഭാവനയിൽ അങ്ങ് കാണിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയെന്ന് നമുക്കറിയാമല്ലോ. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വന്നു. പിന്നീടുള്ള ആ കാലഘട്ടത്തെയൊക്കെ വേദപഠിതാക്കൾ പല യുഗങ്ങളായിട്ടൊക്കെ തിരിച്ചൊക്കെ പഠിക്കാറുണ്ട്. ഞാനത് സൗകര്യത്തിന് എളുപ്പത്തിന് ഒറ്റയടിക്കങ്ങ് പറയും. അതായത് ന്യായപ്രമാണ യുഗം ആരംഭിക്കുന്ന അവിടം വരെയുള്ള ആ കാലഘട്ടത്തെ മനസാക്ഷി യുഗം എന്ന് ജനറലായിട്ടങ്ങ് പറയും, പൊതുവായിട്ടങ്ങ് പറയും. അപ്പോൾ ഈ പറയപ്പെട്ട മനസാക്ഷി യുഗം ആരംഭിക്കുകയാണല്ലോ. മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അടുത്ത പടി കാണുന്നത് കാൽവറിക്ക് ശേഷം കൃപയുടെ പ്രമാണത്തിലേക്ക് നമ്മൾ വരികയാണ്. അതായത് പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ്
ഈ പറഞ്ഞ രണ്ട് കാര്യത്തിൻ്റെയും നടുവിലാണ് ന്യായപ്രമാണം നിൽക്കുന്നത്. മനസ്സാക്ഷിയുഗം, ദെൻ കൃപായുഗം, അതിന് രണ്ടിൻ്റെ നടുവിൽ ഈ ന്യായപ്രമാണ യുഗം നിൽക്കുന്നു. പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മളെന്തിനാ ഇതൊക്കെ അന്വേഷിച്ച് പോകുന്നതെന്നുള്ള ചോദ്യമുണ്ടല്ലോ. അത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് ഇടയിൽ ന്യായപ്രമാണം എന്തിന് വന്നു, ഈ ന്യായപ്രമാണം എന്തിനു കൊടുത്തു എന്ന ആ ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഗൗരവമാണ് പറഞ്ഞു വരുന്നത്, അതിൻ്റെ ഗൗരവം. അപ്പം ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ ഒരു 5-6 പോയിന്റ്സ് ഉണ്ട്, അത് നിങ്ങളൊന്ന് കുറിച്ചെടുക്കുക. ഒന്നാമത്തെ കാര്യം, ന്യായപ്രമാണം എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ ഔന്നത്യവും പരിശുദ്ധിയും അവൻ്റെ വല്ലഭത്വവും വെളിപ്പെടുത്തുകയാണ് ന്യായപ്രമാണത്തിലൂടെ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഔന്നത്യവും വല്ലഭത്വവും മഹത്വം എല്ലാം വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത് നമ്മൾ പറയാണ് പാപത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തുകയാണ്, അല്ലേ? ന്യായപ്രമാണം ലഭിക്കപ്പെട്ടതിലൂടെ പാപത്തിൻ്റെ ഗൗരവം വെളിപ്പെടുകയാണ്. മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് പാപത്തോടുള്ള ദൈവത്തിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും, ദൈവം അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറിച്ചോ, പാപത്തോടുള്ള ദൈവത്തിൻ്റെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് ന്യായപ്രമാണം നമുക്ക് വെളിപ്പെടുത്തി തന്നു. പാപത്തോടുള്ള ദൈവത്തിൻ്റെ സമീപനം എങ്ങനെയായിരിക്കുമെന്ന് ന്യായപ്രമാണം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നാലാമത്തെ കാര്യം, പാപത്തിനുള്ള ശിക്ഷ ന്യായപ്രമാണ പ്രകാരമായിരിക്കും. പാപത്തിനുള്ള ശിക്ഷ ന്യായപ്രമാണ പ്രകാരമായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, ന്യായപ്രമാണം ലഭിച്ചതുകൊണ്ട് കൃപയുടെ ആഴം നമ്മൾ അറിഞ്ഞു. ന്യായപ്രമാണം ലഭിച്ചതുകൊണ്ട് കൃപയുടെ ആഴം നമ്മൾ അറിഞ്ഞു. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമില്ലേ, കയ്പ് എന്തെന്ന് മനസ്സിലാക്കിയവനും മധുരം എന്തെന്ന് പറയാൻ കഴിയും. അതുപോലെ ന്യായപ്രമാണം ലഭിച്ചത് നിമിത്തം കൃപയുടെ ആഴം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ആറാമത്തെ പോയിന്റ്, ന്യായപ്രമാണം പറയുന്നു നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന്. അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്നൊന്നും അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല. ന്യായപ്രമാണം വെളിപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു കാര്യം വെളിപ്പെട്ട് വന്നത്. ഈ ന്യായപ്രമാണത്തിന് മുൻപിൽ നിൽക്കാനായിട്ട് ആർക്ക് സാധ്യമല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് റോമാലേഖനം 3:20 വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല, ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിന്റെ സന്നദ്ധിയിൽ ശാശ്വതമായി നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണം ലഭിക്കപ്പെട്ടതുകൊണ്ട് പാപത്തെക്കുറിച്ചുള്ള ബോധ്യമാണ് വരുന്നത്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഈ പ്രമാണമൊക്കെ ലഭിച്ചതിന് ശേഷം അതിനകത്തുള്ള കാര്യങ്ങളാണല്ലോ, പാപം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അകൃത്യത്തോടൊക്കെയുള്ള ബന്ധത്തിലുള്ള യാഗങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ വർഷാന്തര യാഗമുണ്ട്, അത് നമുക്കറിയാം. അവരുടെ അറ്റോൺമെൻറ്റ് ഡേയോടുള്ള ബന്ധത്തിലുള്ള ആ യാഗം, വർഷാന്തര യാഗം. അപ്പോൾ ആ യാഗത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ അതുവരെയുള്ള സകല പാപങ്ങളും എല്ലാം അവിടെ ക്ഷമിക്കപ്പെടുകയാണ്. ഒരു ക്ലീൻ സ്ലേറ്റ് എന്നുള്ള നിലയിലേക്ക് വരികയാണ് അന്നേ ദിനം. ആ ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച് സന്ധിക്ക് ഉറങ്ങാൻ കിടക്കുന്ന അവിടെ മുതൽ അടുത്ത വർഷം ഈ പറയപ്പെട്ട സമയം വരെ അവരുടെ പാപം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്, അവരുടെ അകൃത്യങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ദൈനംദിന ജീവിതത്തിൽ അവർക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾക്ക് പരിഹാരമായിട്ട് പാപയാഗവും അകൃത്യയാഗവും ഒക്കെ അവിടെയുണ്ട്, അത് വേറെ കാര്യം. എന്നാൽ ആ ഒരു സമൂഹത്തോടുള്ള ബന്ധത്തിൽ മൊത്തത്തിൽ ആ സമൂഹത്തിന് വേണ്ടി നടത്തപ്പെടുന്ന യാഗമാണ് വർഷാന്തര യാഗം, അഥവാ ഈ മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്നത്. അന്നേ ദിനമാണ് ആ സമൂഹത്തിൻ്റെ പാപവും ശാപവും എല്ലാം പരിഹരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായി പരിഹരിക്കപ്പെടുകയല്ലല്ലോ, നമുക്കറിയാം. അവിടെ മുതൽ പിന്നെ അടുത്ത വർഷം ഈ പറഞ്ഞ സമയം വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്? ന്യായപ്രമാണം ലഭിക്കപ്പെട്ടത് നിമിത്തം എന്തെല്ലാം കാര്യങ്ങളെ വെളിപ്പെട്ട് വന്നത്? ചെറിയ കാര്യങ്ങളാണോ? മനസാക്ഷി യുഗത്തിലുള്ള ഭക്തന്മാരെയൊക്കെ നമുക്കറിയാം. ഹാനോക്ക് മുതൽ മുൻപോട്ട് വരുന്ന പല പേരുകളും നമ്മുടെ മുമ്പിലുണ്ട്, അല്ലേ? പല പേരുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇതാ ന്യായപ്രമാണ യുഗം വന്നിരിക്കുകയാണ്. ന്യായപ്രമാണ യുഗത്തിൽ മോശ ന്യായപ്രമാണം കയ്യേറ്റു വാങ്ങി, 613 കൽപ്പനകൾ കയ്യേറ്റു വാങ്ങി. അങ്ങനെ അവർ കേട്ട കൽപ്പനകളെ കുറിച്ച് ഇസ്രായേൽ തന്നെ എന്താ പറഞ്ഞത്? ഞങ്ങളിതെല്ലാം പാലിച്ചു കൊള്ളാം, ചെയ്തു കൊള്ളാമെന്നാണ്.
പക്ഷേ മുൻപോട്ടുള്ള യാത്രയിലാണ് അവർക്ക് മനസ്സിലായത് ഇത് എത്ര കഠിനമാണ്, എത്ര ടഫാണെന്നുള്ളത്. പ്രമാണം പാലിക്കണം, നിർബന്ധമാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, അതായത് ന്യായപ്രമാണം ലഭിക്കുന്ന കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പം ന്യായപ്രമാണം ലഭിച്ചു, പിന്നത്തേതിലാണ് കൃപയുടെ പ്രമാണം വരുന്നത്. അതിനു മുമ്പ് മനസാക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ ആ മനുഷ്യന് വേണ്ടി കാൽവറി ഒരുങ്ങുകയാണ്. ഇങ്ങനെ ചിന്തിച്ചോ, തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ അവന് വേണ്ടി കാൽവറി ഒരുങ്ങുകയാണ്. എന്നാൽ അതിനിടയിൽ ന്യായപ്രമാണം കടന്നു വന്നു. അങ്ങനെ ന്യായപ്രമാണം വന്നപ്പോഴാണ് വലിയവനായ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വല്ലഭത്വത്തെക്കുറിച്ചും ജനത്തിന് മനസ്സിലായത്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, അതുപോലെ ദൈവം ന്യായം വിധിക്കുന്നത്, ശിക്ഷണ നടപടികൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ന്യായപ്രമാണ സംബന്ധിയായിട്ടാണ് വരുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടികളെല്ലാം ന്യായപ്രമാണത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. ആ ന്യായപ്രമാണം വെളിപ്പെട്ട് വന്നപ്പോഴാണ് പിടികിട്ടിയത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ലെന്ന്. ഞങ്ങൾ ഇതെല്ലാം പ്രവർത്തിച്ച് നീതിമാന്മാരായിക്കൊള്ളാമെന്ന ഇസ്രായേൽ പറഞ്ഞത്. പക്ഷെ ചരിത്രത്തിൽ അവരെ കൊണ്ട് കഴിഞ്ഞില്ല, അവർ തോറ്റുപോയി, പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് പരമമായ സത്യം, അല്ലേ? ചരിത്രത്തിൽ അവർക്ക് അത് പാലിക്കാൻ കഴിഞ്ഞില്ല, അവർ തോറ്റുപോയി എന്നുള്ളതാണ് പരമമായ സത്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഈ വാക്യത്തിന്റെ ഫസ്റ്റ് ഫേസ് ആണത്. നമ്മൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസംഗിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പഠനത്തിനെടുക്കുകയാണെങ്കിൽ, കേൾവിക്കാരായ ആളുകൾ വന്നിട്ട് ഉടനെ ചോദിക്കുന്നതാണ്, നിങ്ങൾ ന്യായപ്രമാണക്കാരാണോ? നമ്മൾ പുതിയ നിയമത്തിൽ തന്നെ എന്തെങ്കിലും കാര്യം പ്രസംഗിച്ചാൽ ഉടനെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്നെ ന്യായപ്രമാണക്കാരാണോ എന്ന് ഉടനെ ചോദിക്കുന്ന ചോദ്യമാണ്. അതെന്ത് ചോദ്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് അങ്ങനെ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ ലോക മടയനാന്നാ ഞാൻ പറയുള്ളൂ. അവൻ MTH ഡോക്ടറേറ്റും ഉള്ള പാസ്റ്ററാണെങ്കിലും ഭൂലോക മടയനാണ്. കാരണം എന്താ? ഞാൻ കൃപയാൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വിഷയം പ്രസംഗിക്കുന്നയാളാണ്, സുവിശേഷം പ്രസംഗിക്കുന്നയാളാണ്. എന്താണ് ഈ രണ്ട് പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം? ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത, ന്യായപ്രമാണം പറയുന്ന ചില ഡിമാൻഡ്സ് ഉണ്ട്. ആ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യണം. അത് മനുഷ്യരെ കൊണ്ട് സാധിച്ചില്ല. അത് നമ്മൾ തുടർന്ന് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഒരു മനുഷ്യരെ കൊണ്ട് അത് സാധിച്ചില്ല പൂർത്തീകരിക്കാനായിട്ട്. ആ കാലഘട്ടത്തിൽ പാപം ചെയ്യുമ്പോൾ അത് അവൻ്റെ മനസാക്ഷിയിൽ വരികയാണ്. മനസാക്ഷിയിൽ വരുന്ന അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ന്യായപ്രമാണം പറയുന്ന രീതിയിൽ അതിൻ്റെ പ്രവൃത്തികളിൽ ആശ്രയിച്ചുകൊണ്ട് ആടിനെ മേടിക്കുന്നു, അത് ഊനമുണ്ടോ എന്ന് നോക്കുന്നു, എന്നിട്ട് അതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നു, അവിടെ വെച്ച് അതിനെ അറുത്ത് പിന്നീട് ഈ പറഞ്ഞ പ്രക്രിയകളെല്ലാം ചെയ്ത് അതിനെ യാഗമായി ഏൽപ്പിച്ചു കൊടുത്ത് അവസാനം ചാരമായി തീരണം. ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ആ വിഷയത്തിൽ അവൻ നീതീകരിക്കപ്പെടുന്നത്. കുറ്റമറ്റ മനസാക്ഷിയോടെ സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും അവനൊരു സ്വസ്ഥത ലഭിച്ചു പോകാൻ കഴിയുന്നത്. അപ്പം പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണ സംബന്ധിയായി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ദൈവമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് തന്നെ പരിച്ഛേദനയിലൂടെയാണ്. പരിച്ഛേദന എന്ന് പറയുന്നൊരു പ്രവൃത്തിയാണ്. അത് അബ്രഹാമും ദൈവവും തമ്മിൽ പറഞ്ഞ ഒരു ഉടമ്പടി ബന്ധമാണ്. നിന്റെ തലമുറ ഈ കാര്യം ചെയ്യണമെന്നുള്ളത്. അത് ന്യായപ്രമാണത്തിലെ 613 കൽപ്പനകളിലും വന്നിരിക്കുകയാണ്, പരിച്ഛേദന ഏൽക്കണമെന്നുള്ള കാര്യം. അപ്പോൾ പരിച്ഛേദനയേറ്റ് പിന്നത്തേതിൽ ദൈവാലയ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് യാഗങ്ങൾ നിവർത്തിച്ച് അങ്ങനെ ആ പ്രവൃത്തികളെല്ലാം ചെയ്ത് അതുവഴി മുന്നോട്ട് പോയി നീതീകരിക്കപ്പെടുവാനാണ് ഇസ്രായേൽ ആഗ്രഹിച്ചത്. അതുവഴി നീതീകരിക്കപ്പെടുവാൻ. ആ ഒരു കാര്യം എന്നോടോ നിങ്ങളോടോ പറയുന്നത് എങ്ങനെയാ? നമ്മൾ എവിടെയെങ്കിലും ആടിനെ മേടിച്ചുകൊണ്ട് യാഗം നടത്താൻ പോകുന്നവരാണോ? ഏതെങ്കിലും ഒരു പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുമെന്ന് ചിന്തിക്കുന്നവരാണോ? അങ്ങനെയാണോ? ഈ ന്യൂജൻ പെന്തിക്കോസ് എന്ന് പറഞ്ഞ ബോധമില്ലാത്ത കൂട്ടര്, അവരെ അങ്ങനെയാ വിളിക്കാൻ പറ്റുള്ളൂ സഹോദരങ്ങളെ. ഒരു ബോധവുമില്ല, യാതൊരു പരിജ്ഞാനമില്ല, വെളിവുമില്ല. നമ്മൾ ഉപദേശപരമായ കാര്യങ്ങൾ, ഉപദേശ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് അവരെല്ലാം ന്യായപ്രമാണത്തിന്റെ ആൾക്കാരാണെന്ന്. എന്താണ് ഈ ന്യായപ്രമാണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദൈവം കൊടുത്തതാണ് ന്യായപ്രമാണം. ആ ന്യായപ്രമാണത്തിലൂടെ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളാണ് വെളിപ്പെട്ട് വന്നത്. ദൈവം ആരെന്നും അവന്റെ വല്ലഭത്വം എന്തെന്നും വെളിപ്പെട്ടു വന്നു. ശിക്ഷയുടെ കാഠിന്യം എന്തെന്നും നമ്മുടെ കൺമുമ്പിൽ വന്നു, അല്ലേ? ദൈവത്തിന്റെ പ്രമാണം വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണടക്കില്ല, ശിക്ഷയുണ്ട്. അതാ പറഞ്ഞത്, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ ശിക്ഷയുണ്ടെന്ന്. ശിക്ഷ എന്താ? മരണമാ.
അതിനകത്ത് പിന്നീട് എക്സ്ക്യൂസ് ഒന്നുമില്ല, ഒഴിവൊന്നുമില്ല. സാരമില്ല, പോട്ടെ, ഇനി മേലിൽ അങ്ങനെ ചെയ്യരുത്, അങ്ങനെയൊന്നുമല്ല. പാപത്തോടുള്ള ബന്ധത്തിൽ ദീർഘമായൊരു പഠനത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. പാപത്തോടുള്ള ബന്ധത്തിൽ മെജോറിറ്റി പെന്തക്കോസ്തിനും മനസ്സിലാകാത്ത കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ആദമും ഹവ്വയും തോട്ടത്തിൽ പ്രമാണലംഘനത്തിൽ അകപ്പെട്ടു. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം വന്നു. ആദമേ നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ ചോദിച്ച ചോദ്യത്തിന് ആദം പറഞ്ഞത്, ഞാൻ കുഴപ്പക്കാരനല്ല, നീ തന്ന ഈ സ്ത്രീയാണ് എന്നെ കുഴപ്പത്തിൽ ചാടിച്ചതെന്നാണ്. സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ എന്താ പറഞ്ഞത്? ഞാനല്ല കുഴപ്പക്കാരൻ, സൃഷ്ടാവായ ദൈവമേ, നീ സൃഷ്ടിച്ച പാമ്പാണ് കുഴപ്പക്കാരൻ, അവൻ എന്നെ കൗശലത്തിൽ വശത്താക്കി, സോപ്പിട്ടപ്പോൾ ഞാൻ വീണുപോയി, അത്രയേ ഉള്ളൂ, ഞാൻ പച്ച പരമാർത്ഥി എന്നാണ് അവിടെ പറഞ്ഞത്. ശരിക്കും അവരതുപോലെ ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കില്ലായിരുന്നു എന്ന് നമ്മൾ പലയിടത്തും ചോദിക്കാറുണ്ട് ആളുകളോട്. 99.9999% പറയുന്ന ഉത്തരം എന്താ? ക്ഷമിക്കുമായിരുന്നെന്നാണ്. എന്നാൽ നമ്മൾ കണ്ടെത്തിയ ഉത്തരം എന്താ? ഒരു കാരണവശാലും ക്ഷമിക്കില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും തൻ്റെ വചനത്തിന് മാറ്റമില്ല, തൻ്റെ പ്രമാണത്തിന് മാറ്റമില്ല. കല്ലിൽ എഴുതിയ പ്രമാണമാണ്. ദൈവത്തിൻ്റെ നീതി അത് നിവർത്തിക്കുക തന്നെ വേണം, അതിന് മാറ്റമില്ല. ശിക്ഷയല്ലാതെ വേറൊരു മാർഗമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വിധിന്യായത്തിൽ ആ ശിക്ഷ കിടക്കുകയാണ്. അപ്പം ന്യായപ്രമാണം പറയുന്ന ആ ഡിമാൻഡ് അനുസരിച്ചാണ് ശിക്ഷണ നടപടികളും കാര്യങ്ങളും വരുന്നത്. ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കർത്താവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ പ്രമാണവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. അതായത് കുറ്റവിചാരണയോടുള്ള ബന്ധത്തിൽ ആ വ്യക്തിക്കെതിരെ രണ്ടുപേരും സാക്ഷ്യം പറയേണ്ടതുണ്ട്, അത് ഒത്തുവരണം. അങ്ങനെ പല കാര്യങ്ങളും. ഇതെല്ലാം വെച്ചിട്ടാണ് ആ ശിക്ഷ നടപ്പിലാക്കുന്നത്. ചുമ്മാതെയല്ല, പ്രമാണപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. പ്രമാണം ലഭിച്ചിരിക്കുകയാണ്, അതിൻ പ്രകാരമാണ് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പഠനത്തിലേക്ക്, ഈ ഒരു ഗൗരവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് എത്ര സീരിയസ് ആയ കാര്യമെന്ന് അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സാധാരണ വന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നൊക്കെ ഈണത്തിൽ പാടി അങ്ങ് പോകും. അങ്ങനെ ഈണത്തിൽ പാടിപ്പോയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പാപം ചെയ്യാൻ മടിക്കാത്തത്, ദൈവഭയം ഇല്ലാത്തത്. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ദൈവം തെരഞ്ഞെടുത്ത ജനമായ ഇസ്രായേലിന് പ്രമാണം കൊടുക്കുകയാണ്. പാലിച്ചോളാമെന്ന് അവർ ഈസി ആയിട്ട് പറയുകയാണ്. നമ്മളും ആ സ്നാനക്കുളത്തിൽ നിന്നപ്പോൾ തലയാട്ടിയത് എങ്ങനെയാ? നമ്മുടെ തലയിലൊരു ഉപദേശി കൈവച്ചിരുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പതിയെ ഒന്ന് തലയാട്ടിയെന്നാണ് തോന്നുന്നത്. ആട്ടിയോ? ആർക്കറിയാം. അപ്പം മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ വേണ്ടി, ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടി ആ സ്നാനക്കുളത്തിൽ നിന്ന് കയറി വന്നവരാ. കരയ്ക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ ഇനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിച്ചു കൊള്ളാം. ഉടമ്പടി ബന്ധമല്ലേ? ആ ബോധ്യത്തിലാണ് കരയ്ക്ക് കയറി വരുന്നത്. അത് ഇന്നത്തെ പെന്തക്കോസിന് വാദമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം അവരിങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുന്നില്ലെന്നേ. ദൈവം നിന്റെ സ്ഥിതി മാറ്റും, നിന്നെ ഉത്തരത്തിന് മുകളിൽ കയറ്റി ഇരുത്തും, നിന്നെ മാനിക്കും, നിന്നെ പിന്നെ അങ്ങനെയാക്കും, നിന്നെ പിന്നെ ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് ചോക്ലേറ്റും കൊടുത്താണ് ഈ മുക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അവർക്കിതുവല്ലോ മനസ്സിലാവുമോ? ഈ കാര്യങ്ങളൊക്കെ കേട്ടതവ യഥാർത്ഥ സുവിശേഷം കേട്ട് മുന്നോട്ട് വരുന്ന ആളുകൾക്ക് മനസ്സിലാകും. സുവിശേഷം പറഞ്ഞ് മുൻപോട്ട് കൊണ്ടുവന്ന ആളുകളെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കും. കുഞ്ഞെ, സ്നാനപ്പെടുന്നത് കുഞ്ഞുകളിയല്ല. നീ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നീയും നിന്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. സിമ്പിൾ, ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞ കാര്യമാണ്. അതുപോലെയല്ല സ്നാനം എന്ന് പറയുന്നത്, അത്ര സീരിയസ് ആയ കാര്യമാണ്. നിന്റെ ഇതുവരെയുള്ള ജീവിതം പോലെയല്ല ഇനിയുള്ള ജീവിതം. ഇതുവരെ നീ ഒറ്റാന്തടിയായിട്ട് ജീവിച്ചു. ഇത് നമ്മൾ എവിടെയാണ് കേട്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് കേട്ട കാര്യമാണ്. ഇതുവരെ അവൻ ഒറ്റാന്തടിയായിട്ട് നടന്നതാ. ഇപ്പോൾ ഒരു പെണ്ണിനെയും കൂടെ കൊടുത്തു, അല്ലെങ്കിൽ ഒരു ചെറുക്കനെയും കൂടെ കൊടുത്തു എന്നൊക്കെ പറയുന്ന കാര്യം കേട്ടിട്ടില്ലേ? അപ്പോൾ കാരണന്മാർ അതിനോടുള്ള ബന്ധത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി നിന്റെ കളിയൊന്നും നടക്കില്ല. ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, കുടുംബം പോറ്റണം, അതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് ആ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നാം സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി വന്നാൽ ഇനി ജീവിക്കുന്ന ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ എന്ന ആ വാക്കിന് പ്രാധാന്യം വരുന്നത്. എന്നുവെച്ചാൽ ആ വാക്യത്തിന്റെ ഗൗരവം എന്താ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിച്ചിരിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. അപ്പോൾ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു, ആ എല്ലാവരിലും ഞാനും ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടി ഒരുവൻ, അതായത് ക്രിസ്തു മരിച്ചു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല എന്ന് പറഞ്ഞാൽ
ഇനി എനിക്കായിട്ട് ജീവിക്കാനായിട്ട് അനുവാദമില്ല, അവകാശമില്ല. ഈ ശരീരത്തിൽ ഞാൻ പാർക്കുന്നിടത്തോളം കാലം ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ മുഴു ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഉത്തരവാദിത്വമുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് പല റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്, ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾക്ക് അനുസരിച്ച് മുൻപോട്ട് പോകേണ്ടവരാണ്. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എത്ര കഠിനമായ ശിക്ഷയായിരുന്നു നമ്മുടെ കർത്താവ് ഏറ്റുവാങ്ങിയതെന്ന് ന്യായപ്രമാണം വെളിപ്പെട്ടില്ലായിരുന്നു എങ്ങനെ മനസ്സിലാവും? ന്യായപ്രമാണം വെളിപ്പെട്ട് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളം എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എന്ത് പീഡനം, എന്ത് ശിക്ഷാവിധി? നമുക്ക് ആകെ അറിയാവുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന 3 ആണിയും ചുറ്റികയും മാത്രമേ അറിയൂ. അതിന് ആഴങ്ങളുണ്ടെന്നേ, ആ ക്രൂശീകരണത്തിന് ആഴങ്ങളുണ്ട്. അതൊക്കെ തിരുവെഴുത്തിലുണ്ട്. അതൊക്കെ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ് നിവർത്തിക്കുകയായിരുന്നു. ഒരു എക്സ്ക്യൂസും ഇല്ല അവിടെ. ശിക്ഷയല്ലാതെ വേറൊരു മാർഗമില്ല. മുഴു മാനവവർഗവും ശിക്ഷിക്കപ്പെടണം. മരണം, അതല്ലാതെ വേറൊരു ശിക്ഷയില്ല, അതല്ലാതെ വേറൊരു കാര്യമില്ല. മരണത്തിലേക്ക് നടന്നു പോയേ തീരൂ. എല്ലാവരും മരിക്കണം. ഞാനും നിങ്ങളും മരിക്കേണ്ടതായിരുന്നു. കൃപയാൽ നമ്മെ മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നാം മരണമില്ലാത്ത മനുഷ്യരാണ്. മരണം എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയാണ്. ആ ശിക്ഷ ഇനി നമ്മുടെ മേലില്ല. നാം ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞവരാണ്. ന്യായപ്രമാണപ്രകാരം മനുഷ്യൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ആ ശിക്ഷ മനുഷ്യവർഗത്തിന് വേണ്ടി മനുഷ്യപുത്രൻ ഏറ്റെടുത്തു. മുഴു മാനവലോകത്തിനും വേണ്ടി ആ ശിക്ഷ മനുഷ്യപുത്രൻ ഏറ്റെടുത്തു. ആ ശിക്ഷയുടെ കാഠിന്യം അത്രമേലാണ്. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണത്. കൂട്ടിയാൽ കൂടാത്ത കാര്യമാണെന്ന്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ സാധുക്കൾക്ക് ഇത് വെളിപ്പെട്ട് കിട്ടുന്നില്ലെന്നേ. ഇതിൻ്റെ ഗൗരവം വെളിപ്പെട്ട് കിട്ടുമ്പോഴല്ലേ അരയുടെ ഏപ്പിളകുന്നത്. സുവിശേഷം അതിൻ്റെ നിലയിൽ ഘോഷിക്കപ്പെടുന്നില്ലല്ലോ എങ്ങും. ഈ പെന്തിക്കോസുകാർ അവിടെ ഇവിടെയൊക്കെ നടത്തുന്ന കൺവെൻഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആളുകളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണം. യാക്കോബക്കാരൻ്റെ, ഓർത്തഡോക്സുകാരൻ്റെ, കാത്തോലിക്കിൻ്റെ, ഹിന്ദുവിൻ്റെ, മുസ്ലിമിൻ്റെ അവസ്ഥയെ മാറ്റിക്കൊടുക്കുന്ന ഒരു യേശു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിടും. എല്ലാവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കുന്ന യേശു ഉണ്ടെന്ന്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരും, തീപ്പൊയ്കയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യം പറയണ്ടേ? അച്ചായൻ്റെ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറും. പിന്നത്തേതിൽ നമ്മെ കാത്തിരിക്കുന്നത് തീപ്പൊയ്കയാണ്. അവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാ നേരവും നൂഡിൽസ് കഴിക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്രളയത്തോടുള്ള ബന്ധത്തിൽ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതായത് ദുരിതാശ്വാസ ക്യാമ്പ് എന്ന് പറയും. അവിടെ വന്ന ആളുകളൊക്കെ എന്തെല്ലാം പരാതികളാണ് പറയുന്നത്. അവിടെ വന്ന ആളുകളെല്ലാം എന്തെല്ലാം പരാതികളാണ് പറയുന്നത്. ഏതാണ്ട് നമ്മുടെ അമ്മാവൻ്റെ വീട്ടിൽ വന്നതുപോലെയാണ് പരാതി പറയുന്നത്. ഒരു ദുരന്തമുഖത്ത് താൽക്കാലികമായി ഉണ്ടാക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് ആളുകൾ ഒത്തുകൂടുക. അപ്പോൾ അവിടെ രാവിലത്തെ എന്തെങ്കിലും കാര്യത്തിന് 1 മണിക്കൂർ ഡിലേ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം. ക്ഷമ പഠിപ്പിക്കാനാണ് ഇവനെയൊക്കെ വെള്ളത്തിനകത്തിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാമ്പുകളിൽ ആളുകൾ അവരുടെ പരിദേവനങ്ങൾ പറയുമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷേ അച്ചായനും അമ്മാമയും ഒക്കെ ഒരു സമയത്ത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ലേക്ക് ഓഫ് ഫയറിലേക്ക് പോയി കഴിയുമ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഒരേ ഒരു മെനുവേ ഉള്ളൂ, നൂഡിൽസ്, ചൂട് നൂഡിൽസ്. അതിങ്ങനെ അതിലിതിലൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം, വേണ്ട വിധത്തിൽ കഴിക്കാം. അതല്ലാതെ അവിടെ ഒരു കംപ്ലൈൻറ്റും പറയാൻ അവിടെ 24 ചാനലോ 34 ചാനലോ 38 ചാനലോ ഒരു ചാനലും വന്ന് ക്യാമറയായിട്ട് നിൽക്കില്ല. അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ, അമ്മച്ചിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്നൊന്നും ആരും അവിടെ ചോദിക്കാനുണ്ടാവില്ല. അവിടെ ആര് ചോദിക്കാൻ? എല്ലാവരും അവിടെ ഉണ്ട്. ക്യാമറാമാനും ഉണ്ട്, റിപ്പോർട്ടറും ഉണ്ട്, അച്ചായനും ഉണ്ട്, അയൽവാസിയും ഉണ്ട്, വെള്ളത്തിൽ കിടന്നവനും വെള്ളത്തിൽ പോകാത്തവനും എല്ലാം വരും. ക്രിസ്തു ഇല്ലെങ്കിൽ അവിടെ വരും. അപ്പം സുവിശേഷം അതിൻ്റെ ഗൗരവത്തിൽ പ്രഘോഷിക്കണം. സുവിശേഷം സദ്വർത്തമാനമാണ്. അതിനൊരു മറു സൈഡും കൂടെയുണ്ട്. ആ സദ്വർത്തമാനം ഉരുത്തിരിച്ചു കൊണ്ടുവരുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ മേൽ വരേണ്ട കഠിനമായ ന്യായവിധി, ദൈവത്തിൻ്റെ പ്രമാണം, ദൈവം സൃഷ്ടിച്ച ഭൂമിയിലാണ് നാം പാർക്കുന്നത്. ആ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ലോകരാജ്യങ്ങൾക്ക് പ്രമാണമുണ്ടെങ്കിൽ അതിന് മുകളിൽ ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രമാണം മനുഷ്യൻ വയലേറ്റ് ചെയ്തു. ആ കാരണത്താൽ ശിക്ഷ അവൻ്റെ മേലുണ്ട്.
ദൈവത്തിൻ്റെ നീതി അത് ഡിമാൻഡ് ചെയ്യുകയാണ്. മനുഷ്യൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകത്തിനകത്ത് 3 വിശേഷപ്പെട്ട വസ്തുക്കൾ. അതിലൊന്നാണ് നിയമത്തിൻ്റെ കൽപ്പലക. ആ നിയമത്തിൻ്റെ കൽപ്പലക എന്താ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ്റെ അനുസരണക്കേടാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രമാണം ലഭിച്ചതിന് ശേഷം അതിനെ വയലേറ്റ് ചെയ്തു. പ്രമാണം ലംഘിച്ചു, പ്രമാണത്തെ ഉടച്ചു കളഞ്ഞു. ഈ കൽപ്പനകൾ എന്താ വിളിച്ചു പറയുന്നത്? ഇസ്രായേലിൻ്റെ അഥവാ മനുഷ്യവർഗത്തിൻ്റെ നേച്ചറാണ് വിളിച്ചു പറയുന്നത്. അവരുടെ അനുസരണക്കേടാണ് വിളിച്ചു പറയുന്നത്. അപ്പം ഈ ന്യായപ്രമാണം എന്തിന് ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇടയിൽ എന്തിന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു ജ്വലനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വലനം ഉണ്ടാകാൻ. ചുമ്മാതെയല്ലെന്ന് ഈ കാര്യങ്ങളെ പഠിപ്പിക്കുന്നത്. ഉടനെ ഒരു ഉപദേശി വന്ന് ചോദിക്കുക, അല്ലെ വേറൊരുത്തം വന്ന് ചോദിക്കുക, നിങ്ങളെല്ലാം ന്യായപ്രമാണക്കാരാണോന്ന്. ന്യായപ്രമാണക്കാരാണെങ്കിൽ ആദ്യമേ നമ്മൾ പരിച്ഛേദനയ്ക്ക് പോകേണ്ടി വരും. പിന്നെ യെരുശലേം ദേവാലയത്തിൽ പോകേണ്ടി വരും. അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊച്ചു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ ആട് മേടിക്കാൻ ചില്ലറയിലെ പ്രാവുമായിട്ടെങ്കിലും പോകേണ്ടി വരും യാഗം നടത്താൻ, അല്ലേ? പിന്നീട് ആട് മേടിക്കാൻ കാശില്ലെങ്കിൽ പ്രാവുമായിട്ടൊക്കെ പോയി കാര്യങ്ങളെ പൂർത്തീകരിക്കേണ്ടി വരും. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരങ്ങനെയാ. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. കൃപയുടെ പ്രമാണത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ് പറഞ്ഞു വരാനുള്ളത്. 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമോ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നു. ഗലാത്യ ലേഖനം 2:16 വലിയൊരു വാക്യമാണ്. അപ്പം ആ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന ഗലാത്യ ലേഖനമാകട്ടെ, അല്പം മുമ്പ് വായിച്ച റോമാലേഖനമാകട്ടെ, ഈ ലേഖനം എഴുതി വരുമ്പോൾ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് ഇസ്രായേലി കുലങ്ങളെയാണ്. അതായത് യഹൂദ പശ്ചാത്തലത്തിലുള്ളവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ഗലാത്യ ലേഖനം എഴുതാനുണ്ടായ കാരണം തന്നെ നമുക്കറിയാം. അവിടെ പരിച്ഛേദനാവാദം വന്നു. ന്യായപ്രമാണം അനുസരിക്കേണ്ടതുണ്ട്. അതിന് പ്രകാരം നമ്മൾ മോശയെ ബഹുമാനിച്ച് പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കണമെന്നൊക്കെയുള്ള വാദഗതികൾ വന്നപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനം എഴുതുന്നത്. അതുപോലെ റോമാലേഖനത്തിലേക്ക് വരുമ്പോഴും തത്തുല്യമായ കാര്യങ്ങൾ അവിടെയും ഉണ്ട്. അപ്പം ആദ്യം അവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളിത് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് വേണം പറയാനായിട്ട്. പല ശുശ്രൂഷകരും ആ രീതിയിലല്ല അത് കൈകാര്യം ചെയ്യാറ്. അതുകൊണ്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി പോവുകയാണ്. അതായത് പുതിയ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും അനുസരിക്കേണ്ട, യാതൊന്നും പാലിക്കേണ്ട, നമുക്ക് തോന്നിയതുപോലെ നടക്കാവുന്ന ഒരു പ്രമാണമാണെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന്. പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും നമ്മൾ അനുസരിക്കണം. അതിൻ്റെ തരംതിരിവാണ് ഇവർക്ക് പിടികിട്ടാതെ പോകുന്നത്. അവിടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവൃത്തിയുണ്ട്. ഇവിടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവൃത്തിയില്ല, വിശ്വാസത്താലാണ് രക്ഷ. അതേസമയം രക്ഷിക്കപ്പെട്ടവൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വരുന്നവൻ സ്നാനപ്പെടണം, അതൊരു പ്രവൃത്തിയാണ്. സ്നാനപ്പെട്ടവൻ ആത്മീയമായി തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അവൻ അനുദിനം ക്രൂശ് എടുക്കണം. അവൻ നുകത്തിൻ കീഴിലായിരിക്കണം ജീവിക്കേണ്ടത്. അവൻ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും, വിക്കറ്റ് ഗേറ്റും നാരോ പാത്തും കണ്ടെത്തണം. അതുപോലെ അനവധി കാര്യങ്ങൾ അവൻ്റെ മുമ്പിൽ പറയാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടുവരുമ്പോഴാണ് തലയിൽ ആൾതാമസമില്ലാത്തവർ തിരിച്ച് നമ്മളോട് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണമാണോ പറയുന്നതെന്ന്. ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ്സ് വേറെ, ന്യൂ ടെസ്റ്റ്മെൻറ്റിൻ്റെ ഡിമാൻഡ്സ് വേറെ. ന്യൂ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ പുസ്തകമല്ല, തോന്നിയതുപോലെ ജീവിക്കാനുള്ളൊരു മാർഗമല്ല പുതിയ നിയമം എന്ന് പറയുന്നത്. പഴയ നിയമത്തെക്കാളും ഗൗരവവും കടുകട്ടിയാണ്. പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുമായി ഒരു പുരുഷൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാലാണ് അത് പാപമായി തീരുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയാണോ വിളിക്കുന്നത്? പുതിയ നിയമത്തിൽ അതാണോ? പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ഒരുവനെ കൊല്ലണം, അപ്പോൾ അത് കൊലപാതകമായി മാറും. പുതിയ നിയമത്തിൽ അങ്ങനെയാണോ? അതിൻ്റെ ഗൗരവം എത്രത്തോളമാണ്? അത്ര സീരിയസ് ആണ്.
2 പത്രോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യമുണ്ട് 3-ാം അധ്യായത്തിൽ. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് തിരിച്ചു വരാം. അതായത് പുതിയ നിയമം എന്ന് പറയുന്നത് ജോളിയായിട്ട് നടക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, പഴയ നിയമം പോലെയല്ല. നിങ്ങൾ പഴയ നിയമക്കാരാണോ, ഞങ്ങൾ പുതിയ നിയമക്കാരാന്നൊക്കെ പറഞ്ഞു വരുന്ന ബിരുദന്മാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വാക്യം വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തും. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത്, അതായത് 2-ാം വാക്യം തുടങ്ങുന്ന ഭാഗത്ത് പറയുന്ന ആ ഒരു കാര്യം മാത്രം മതി നമുക്ക്, മുഴുവൻ വാക്യം എടുക്കണ്ട. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞതും അപ്പോസ്തലന്മാരിലൂടെ പിന്നത്തേത് ലഭിക്കപ്പെട്ടതുമായ കൽപ്പനകളും രണ്ടും ഓർത്തുകൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം സ്മരണയിലുണ്ടാകണമെന്ന്, ബോധമില്ലാതെ നടക്കരുതെന്ന്. അതാണ് പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത്. ആ വിശുദ്ധ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് മോശ. ആ മോശ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയോ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ആ കാര്യങ്ങൾ അത് പഠനത്തിന് നമ്മൾ എടുക്കുകയാണ്. ആ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ ലഭിക്കപ്പെട്ട അന്നത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ആത്മീയ വശങ്ങളാണ് ഇന്ന് എടുക്കുന്നത്. ലിറ്ററൽ സൈഡ് അല്ല എടുക്കുന്നത്, അതിൻ്റെ സ്പിരിച്വൽ സൈഡാണ് എടുക്കുന്നത്. അവിടെ പറയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം ആത്മീയ വശമുണ്ടല്ലോ. പുതിയ നിയമത്തിൽ എമ്പാടും ഈ പഴയ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോട്ട് ചെയ്തിരിക്കുകയല്ലേ. ഇസ്രായേൽ ചെങ്കടൽ കടന്നതിനോടുള്ള ബന്ധത്തിൽ എന്താ പറയുന്നത്? അത് സ്നാനത്തിന് മുൻകുറിയാന്ന്. നോഹയുടെ കാലത്ത് പെട്ടകത്തിലൂടെ ജനം രക്ഷപ്പെട്ടത് സ്നാനത്തിന് മുൻകുറിയായിട്ടാണ് പറയുന്നത്. ആ പെട്ടകം ക്രിസ്തുവിന് നിഴലായിട്ടാണ് നിൽക്കുന്നത്. പെട്ടകത്തിൽ കയറിയ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. അതുപോലെ ഈ കൃപായുഗത്തിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ കയറിയവർ രക്ഷപ്പെടും. അങ്ങനെ ഈ കാര്യങ്ങൾ നമുക്ക് ആത്മീയമായിട്ട് എടുക്കുകയും പഠിക്കുകയും ചെയ്യാൻ മേലെ. ആ വിഷയങ്ങളൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു കൊണ്ടുവരുമ്പോൾ ഉടനെ ചോദിക്കുക, നിങ്ങൾ ന്യായപ്രമാണക്കാരാണോന്ന്. ദൈവവചനത്തിൻ്റെ ABCD അറിയില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഇത്തരക്കാർക്ക്. ഇപ്പോൾ വായിച്ച വാക്യത്തിനകത്തെ ഗൗരവമായി എന്താ കണ്ടത്? നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും. കൽപ്പനയാണ്, ഓർഡറാണ്, മഹാരാജാവിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന ഓർത്തുകൊള്ളണം. അപ്പോൾ ഓർക്കുന്നില്ലെങ്കിലോ? ഓർത്തുകൊള്ളണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ വിശുദ്ധന്മാരോടാണ് പറയുന്നത്, അപ്പോസ്തലന്മാർ പറഞ്ഞ കൽപ്പനകൾ ഓർത്തുകൊള്ളണം. അപ്പോൾ ഓർക്കുന്നില്ലെങ്കിലോ, ബോധമില്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഇസ്രായേലിന് സംഭവിച്ചത് തന്നെ സംഭവിക്കും. അവർ പെസഹായും ചോരത്തുള്ളി ആചരിച്ചും ഇസ്രായേലിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ചെങ്കടലും കടന്നു വന്നവരാ. പക്ഷേ ആ പ്രമാണമൊന്നും പാലിച്ച് അതിനനുസരിച്ച് പോകാൻ കഴിഞ്ഞില്ല. വിശുദ്ധ പ്രവാചകന്മാരിലൂടെ ലഭിച്ച കാര്യങ്ങൾക്ക് വേണ്ട ബഹുമാനം കൊടുത്തില്ല. പാലിച്ചോളാന്ന് പറഞ്ഞ ഇറങ്ങിയത്, തലയാട്ടിയായിരുന്നു. പക്ഷേ ഒത്തില്ല. കാരണം എന്താ? പലവിധമായ കാറ്റുകൾ അടിച്ചു, മഞ്ഞും മഴയും വെയിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു ആന കിട്ടും കുതിര കിട്ടുമെന്ന്. പക്ഷേ ഒരു ആന വാല് പോലും കിട്ടിയില്ല. ആന പലരും ഓഫർ ചെയ്തു ആന കിട്ടും കുതിര കിട്ടുമെന്നൊക്കെ. കാലങ്ങൾ മുൻപോട്ട് പോയിട്ട് ഒരു ആനവാല് പോലും കിട്ടിയില്ല. അപ്പം നമ്മൾ രാജിവെച്ചേക്കാമെന്ന് തീരുമാനിച്ചു. നിരാശ വന്നു. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലർക്കും. ആ നിരാശയൊക്കെ അവരെ പിടികൂടിയതിന് ശേഷം പിന്നെ എല്ലാവരോടും കയ്പാകും. എല്ലാവരോടും കയ്പ്. പിന്നെ നോക്കുമ്പോൾ ഇന്ന അച്ചായന് എന്തുമാത്രം ബാങ്ക് ബാലൻസാ, ഇന്ന കൊച്ചമ്മയ്ക്ക് എന്തുമാത്രം ബാങ്ക് ബാലൻസാ, അവിടെ എന്തുമാത്രം പുഞ്ചപ്പാടവാ, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അത് കുറച്ച് തന്നാൽ എന്താ കുഴപ്പം? പൗലോസ് സമത്വത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. വല്ലവൻ്റെയും കയ്യിലിരിക്കുന്ന അവൻ്റെ കയ്യിലിരിക്കട്ടെ. നമ്മളെന്തിനാണ് അതിന് ഡിമാൻഡ് വെക്കുന്നത്? ഒരു ശുശ്രൂഷകൻ പൊതുവിൽ ഈ കാര്യങ്ങൾ പറയും. അതായത് ധാരാളം ധനസമൃദ്ധി ഉള്ളവരെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് അവർ പറയും, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടായ്മയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും ദാരിദ്ര്യത്തിലിരിക്കുന്നവർ, അഷ്ടിക്ക് വകയില്ലാത്തവർ, മുൻപോട്ട് പോകാൻ പ്രയാസപ്പെടുന്നവർ, അവരെയും നിങ്ങൾ കരുതണം. ഇസ്രായേലിനോട് പറഞ്ഞായിരുന്നു, അനാഥരെയും വിധവമാരെയും അതുപോലെ പരദേശിയെ നിങ്ങൾ കരുതണമെന്ന്. മുന്തിരിയിൽ നിന്ന് ഫലമെടുത്തു കഴിഞ്ഞാൽ കാല പെറുക്കാൻ അനുവാദമില്ലായിരുന്നു. കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റയെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചിതറിക്കിടക്കുന്ന ഗോതമ്പ് മണികളൊന്നും പെറുക്കിക്കൊണ്ടുപോകാനായിട്ട് അനുവാദമില്ല. അത് പരദേശിക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പരദേശിയെ കരുതണമെന്നാണ് ഇസ്രായേലിന് കൊടുത്ത ചട്ടം.
പരദേശിയെ കരുതണം. അല്ലെ, ഈ പരദേശികൾ എന്ന് പറയുന്ന ആരാ? ഇസ്രായേലിൻ്റെ ചിറ്റപ്പൻ്റെ മക്കളാണോ? അവരുമായിട്ടുള്ള ബന്ധമുണ്ടോ? അവിടെ പരദേശികളായി ചിതറിപ്പാർക്കുന്ന മനുഷ്യർ, വേറെ വംശങ്ങളിലുള്ള മനുഷ്യർ, അത്തരക്കാരെയും നിങ്ങൾ എന്ത് ചെയ്യണം? കരുതണം. കാരണം നിങ്ങൾ ഇന്നലെ പരദേശിയായിരുന്നു, നിങ്ങൾ മിസ്രൈമിൽ പരദേശിയായിരുന്നു. സ്മരണയുണ്ടാകണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വന്നേ. ഗലാത്യ ലേഖനം 2 എടുത്ത് വെച്ചേക്കുക. ആവർത്തന പുസ്തകം 10-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 10. ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യം വായിച്ചേ. ഡ്യൂട്രോണമി ചാപ്റ്റർ 10 വേഴ്സ് 18 and 19. അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിക്കുവിൻ. നിങ്ങളും ഇസ്രായേൽ ദേശത്ത് പരദേശികളായിരുന്നല്ലോ. ചില വാക്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം ഗൗരവമായി പറഞ്ഞ് കൊണ്ടുവരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഗൗരവം തുറന്നു കിട്ടുന്നത്. ജനറലായിട്ട് നമുക്ക് അറിയാമായിരിക്കും, പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് പഴയ നിയമ കാലഘട്ടത്തിലെ കേവലം ന്യായപ്രമാണ യുഗക്കാരായ ഇസ്രായേലിന് പ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. നിങ്ങൾ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ചവന് അന്നവും വസ്ത്രവും നൽകുന്നു. നൽകണമെന്നല്ല, നൽകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ വഴിയാത്രയിലാണ്. കാദേശ് ബർന്നയിൽ എത്തിയിട്ടേ ഉള്ളൂ, യോർദാൻ കടന്നിട്ടില്ല. മോശ അവിടെ വെച്ച് എഴുതുകയാണ്, നിങ്ങൾ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കണമെന്നല്ലോ, നടത്തി കൊടുക്കുന്നു. അവർക്ക് അന്നവും വസ്ത്രവും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പിൻ, നിങ്ങളും ഇസ്രായേൽ ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. എന്നാ വാക്കുകളത്! ചങ്ക് പിളർക്കുന്ന വാക്കുകളല്ലേ അത്. നിങ്ങളും ഇന്നലകളിൽ മിസ്രൈമിൽ പരദേശികളായിരുന്നു. ഓർമ്മപ്പെടുത്തലാണ്. വലുവനായ ദൈവം തന്റെ ദാസനായ മോശ വഴി ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞെളിയാതെ ഭയപ്പെട്ടോളുക, അധികം മീശ വിരിക്കണ്ടെന്ന്. നിന്റെ തറവാടിത്വമൊന്നും അധികം പറയണ്ട, നീ ഏത് കൊമ്പത്തുനിന്ന് വന്നാന്നൊന്നും അധികം പറയണ്ട. നീ ഇന്നലെ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു, പരദേശിയായിരുന്നു. അവിടെ നിന്റെ ജീവിതം എന്തായിരുന്നു? കയ്പായിരുന്നു എന്നുള്ളത് മറക്കണ്ട എന്ന്. ഇപ്പൊ കൃപയാൽ ഒരു ഉദ്ധാരണം ലഭിച്ചിരിക്കുകയാണ്. നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും നിന്നെ അവിടെ നിന്ന് വിടുവിച്ച് ചെങ്കടലും കടത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. വാഗ്ദത്ത ദേശത്തേക്ക് കാല് വെക്കാൻ തുടങ്ങുകയാണ്. കാല് വെക്കുന്നതിന് മുമ്പാ പറയുന്നത്, ആ ദേശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നീ അനാഥർക്കും വിധവമാർക്കും ന്യായം പാലിച്ചു കൊടുക്കേണ്ടവനാണ്. അവർക്ക് അന്നവും വസ്ത്രവും കൊടുക്കണം. അതുപോലെ കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ, അതുപോലെ മുന്തിരിയുടെ വിളവെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ഇങ്ങനെ ഇതിനോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ നേച്ചറാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. കരുതുന്ന ദൈവം പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ എല്ലാ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇസ്രായേലിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പെന്തക്കോസ്തുകാർ പറയുന്ന ഏറ്റവും അശ്ലീലകരമായൊരു കാര്യമാണ് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സമ്പത്തുണ്ടായി എന്ന് പറയുന്നത്. എന്താണ് അതിലെ അശ്ലീലം എന്ന് പറയുന്നത്? അങ്ങനെ ആരെയും പുതിയ നിയമത്തിൽ കോടീശ്വരനാക്കാൻ ദൈവത്തിന് പ്ലാനില്ലെന്നേ. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ ആത്മീയ സമൃദ്ധിക്കാണ് പ്രാധാന്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെടുന്ന ദ്രവ്യം അത് പങ്കുവയ്ക്കുവാനുള്ളതാണ്. അതൊരു പഠനമാണ്. പക്ഷെ അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഒരുവന് നിരാശ വന്ന് കയറിക്കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ വചനമില്ല, ഒന്നുമില്ല. നിരാശ വന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ചുറ്റും നോക്കുമ്പോൾ ആ അച്ചായൻ ഇത്തിരി പച്ച പിടിച്ചാൽ കിടക്കുന്നത്, പുള്ളിക്ക് കഞ്ഞി കുടിക്കാനുണ്ട്, അത്യാവശ്യം ഇച്ചിരി ചില്ലറയൊക്കെ കയ്യിലുണ്ട്. ഉടനെ ഇവൻ ചിന്തിക്കുകയാണ്, പുള്ളി എന്താ ഷെയർ ചെയ്യാത്തതെന്ന്, പുള്ളി എന്താ പങ്കുവെക്കാത്തതെന്ന്. ദൈവവും കൂടെ അനുവദിക്കേണ്ടേ? അത് ദൈവം അനുവദിക്കണം. അതിൻ്റെ മറുവശം എന്താ പറയാനുള്ളത്? ദൈവം അനുവദിക്കുമ്പോൾ അദ്ദേഹം അത് ചെയ്യുമെന്ന് ഓർത്ത് ഇവൻ സമാധാനപ്പെടണം. ഇനി അച്ചായനോടുള്ള ബന്ധത്തിൽ എന്താ പറയാനുള്ളത്? താങ്കൾ എന്താ പങ്കുവെക്കുവാനുള്ളൊരു മനസ്സൊരുക്കം ഇല്ലാത്തതെന്ന്. അത് രണ്ടുമുണ്ട്. രണ്ട് ആംഗിളിൽ നിന്നല്ലാതെ അത് കാണാൻ പറ്റത്തില്ല. കൂട്ടിക്കുഴച്ചേക്കരുത്. കുഴച്ച അപകടമാണ്. ഈ നിരാശ ബാധിച്ച ജഡത്തിൽ സഞ്ചരിക്കുന്ന ഈ പെന്തിക്കോസുകാരൻ, അവൻ ആരെ കണ്ടാലും അവർക്കുള്ളത് എന്ത് കണ്ടാലും അവൻ അതൊക്കെ ആഗ്രഹിക്കുകയാണ്. അവൻ എല്ലാ പ്രമാണവും ലംഘിക്കുകയാണ്. അവൻ സകല പ്രമാണവും ലംഘിക്കുകയാണ്. അവൻ ജഡത്തിലാണ്. അവൻ മടിയനാണ്. അവൻ അധ്വാനിക്കാൻ മനസ്സില്ല. അവൻ ഉത്സാഹിയല്ല.
പക്ഷേ മറ്റുള്ളവരുടെ എല്ലാം അവൻ പറയുന്നത് അവൻ പറയുന്നത് പൗലോസ് അങ്ങനെ പറഞ്ഞെന്നാ. പൗലോസ് പറഞ്ഞതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. അതായത് യെരുശലേമിൽ മഹാക്ഷാമമാണ്. ക്ഷാമനിമിത്തം കഞ്ഞി കുടിക്കാനില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നു. ആ സമയത്താണ് പൗലോസ് ചുറ്റുപാടുമുള്ള സഭകളിൽ നിന്ന് അവരോട് ഒരു ധർമ്മശേഖരത്തെക്കുറിച്ച് പറയുന്നത്. ചാരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അങ്ങനെ ഇതൊക്കെ സംഘടിപ്പിച്ച് യെരുശലേമിലുള്ള വിശുദ്ധന്മാരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം, പങ്കുവെക്കണം. ക്രിസ്ത്യാനിറ്റി അങ്ങനെ വെളിപ്പെടുത്തണം ലോകത്തിൻ്റെ മുമ്പിൽ. ദൈവം അറിഞ്ഞാണ് യെരുശലേമിൽ ആ ക്ഷാമം കൊണ്ടുവന്നത്. ദൈവം അറിയാതെയല്ല, അത് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ തന്നെ പറഞ്ഞു. ഇന്നയാളുടെ കാലത്ത് ക്ഷാമം വരുമെന്ന് പറഞ്ഞ പോലെ തന്നെ വന്നു. ആ സമയത്ത് പഠിച്ച പാഠങ്ങൾ, അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ആ കാര്യങ്ങൾക്കനുസരിച്ച് ചുറ്റുപാടുമുള്ള ജാതീയ സഭകളിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം കോൺട്രിബ്യൂഷൻസ് മനസ്സോടെ സന്തോഷത്തോടെ അവർ കൂട്ടു സഹോദരങ്ങൾക്ക് അതെല്ലാം പങ്കുവെക്കുവാനായിട്ട് മനസ്സ് വെച്ചു. അപ്പോൾ രണ്ടു കൂട്ടരും പ്രമാണം അനുസരിക്കുന്നവരാണ്. ഇവിടെ വലിയ പഠനമുണ്ട് കേട്ടോ. യെരുശലേമിലെ സഭയിൽ നിന്നൊരു മനുഷ്യൻ പറഞ്ഞില്ല ഞങ്ങൾ ക്ഷാമത്തിലാണ്, നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടല്ലോ. അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവരാണ് ഗലാത്യയിലും കപ്പദോക്കിയയിലും ഒക്കെ ഉള്ളവന്മാർ. 2 കിലോ കപ്പ പോലും മേടിച്ചു തന്നില്ല എന്നൊന്നും അവരാരും പറഞ്ഞില്ല. യെരുശലേമിൽ നിന്നൊരു ശബ്ദം ഉയർന്നില്ല. ഒരു പഠനമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. അവർ ഒരക്ഷരം വേണ്ടിയില്ല, അവർ യഹോവയ്ക്കായി കാത്തിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ദാസനായ പൗലോസ് അവിടങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് യെരുശലേമിലെ അവസ്ഥ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളാണ്, സഭയാം ശരീരത്തിൻ്റെ ഭാഗമാകട്ടോ. നമ്മുടെ അവയവങ്ങളാണവർ, സഭയാം ശരീരത്തിലെ അവയവങ്ങളാണവർ. അവിടെ ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു. നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ടവരാണ്. അതാണ്, അറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഈ അടുത്തിടയ്ക്ക് എനിക്ക് വളരെ പ്രിയമുള്ള ഒരു ആൻറ്റി രോഗശൈലിയിൽ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഞാൻ പലരോടും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ ഒരു സഹോദരൻ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചു, ദേവദാസനെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആ മെസ്സേജ് വന്നപ്പോൾ എൻ്റെ ഉള്ളം എനിക്കറിയാൻ മേല, അത്രമേൽ ഞാൻ സന്തോഷിച്ചു. ഒരേ ഒരാൾ, ഞാൻ അടുത്ത ദിവസം ഒരു മെസ്സേജ് പറയുന്നുണ്ട് ഇതിനോടുള്ള ബന്ധത്തിൽ. ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ കത്തോലിക്ക ഓർത്തഡോക്സ് യാക്കോബെ വീട്ടിൽ ചാടി വെള്ളത്തിൽ ചാടി ഇറങ്ങി വന്നു. അങ്ങനെ ചുമ്മാ വെള്ളത്തിൽ ചാടുന്ന ഒരു മാർഗമല്ല ഇത്. നല്ല തികഞ്ഞ ബോധ്യത്തിലാണ് ഇറങ്ങി വരുന്നത്. അവൻ എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ പകരം എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ എന്തു ചെയ്യും? തിരിച്ച് കർത്താവിനൊന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതേസമയം നമ്മളിന്ന് സഭയാം ശരീരത്തിൻ്റെ ഭാഗമാണ്. കൂട്ടു സഹോദരങ്ങളേത് ആഫ്രിക്കയിലോ അമേരിക്കയിലോ ലാറ്റിൻ അമേരിക്കയിലോ എവിടെയാകട്ടെ, അത് എവിടെയാകട്ടെ, ഒരു വ്യക്തി ആവശ്യത്തിലാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ സഹോദരൻ അതൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ, അവൻ്റെ ഉള്ളിലെ സ്നേഹം കൊണ്ട് ചോദിച്ചതാ. ദൈവസ്നേഹത്താൽ അവൻ പിടിക്കപ്പെട്ടതുകൊണ്ട് ചോദിച്ചതാണ് ആ ചോദ്യം. ആ ഒരു ചോദ്യം മതി. ആ ഒരു ചോദ്യത്തിനകത്ത് എല്ലാം ഉണ്ടെന്നേ. എന്ത് ചെയ്തെന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. അതൊരു ചോദ്യമാണ്, ഭയങ്കര ചോദ്യം. ഒരു ശുശ്രൂഷകന്റെ ഹൃദയത്തെ തണുപ്പിക്കുകയാണ് അവിടെ ചെയ്തത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, സജി പാസ്റ്ററിന് ഇന്നോവ ക്രിസ്റ്റ മേടിക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലാക്കുക, എനിക്ക് സജി പാസ്റ്ററിന് ഇന്നോവ ക്രിസ്റ്റ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല. കൂട്ടു സഹോദരങ്ങൾ ഒരു പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനിറ്റി വെളിപ്പെടണം. ഇവിടെയാണ് ചില സെക്കൻഡുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മെ അനുഗ്രഹിച്ച് കോടീശ്വരന്മാരായി. എവിടെ കോടീശ്വരൻ? ആരുടെ കോടീശ്വരൻ? എന്ത് കോടീശ്വരൻ? പെന്തക്കോസ് പാസ്റ്റർമാരിൽ മെജോറിറ്റിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. പഴയ നിയമത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു, അതുപോലെ പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഏത് തിയോളജിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്? ഏത് തത്വം വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത്? പഴയ നിയമത്തിൽ ദൈവം അവർക്ക് ലാൻഡ് കൊടുത്തു, അവിടെ കൃഷി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു, മഞ്ഞും മഴയും കൊടുത്തു. എന്നിട്ട് അതിൻ്റെ വിളവിൽ നിന്ന് ദശാംശം കൊണ്ടുവരുവാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ അങ്ങോട്ട് കൊടുത്തു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാമും നമുക്കുള്ളതെല്ലാം ബലിപീഠത്തിൽ വെച്ച് കഴിഞ്ഞു. പിന്നെ ഏത് രീതിയിലാണ് നിങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നത്? അതിനെക്കുറിച്ചൊരു മെസ്സേജ് നമ്മുടെ ഇമ്മീഡിയറ്റ് വരുന്നുണ്ട്.
വലിയ വലിയ പാസ്റ്റർമാർ പറയുന്നതാണ് അവരെ ദൈവം അനുഗ്രഹിച്ചെന്ന്. എന്താ നിങ്ങൾ ഈ അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡമായിട്ട് എടുക്കുന്നത്? സാമ്പത്തികമാണോ? അങ്ങനെയാണെങ്കിൽ അംബാനി അദാനിയാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടത് സാമ്പത്തികമാണെങ്കിൽ. ഇപ്പം എനിക്കറിയാവുന്ന പല സഭകളിലും ഭയങ്കര ജഡികന്മാരായ ചിലരുണ്ട്. അയ്യോ, ജഡികന്മാരെന്ന് പറഞ്ഞാൽ പുറം ലോകത്ത് പോലും അത്രയും ജഡികന്മാരില്ല. പക്ഷെ അവരെല്ലാം ഭയങ്കര സമ്പന്നരാണ്. അവരെ ദൈവം അനുഗ്രഹിച്ചെന്നാണോ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ അരിട്ടന്മാർ ഉലകത്തിലുണ്ടോ? അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതാണോ വിവക്ഷിക്കുന്നത്? ആവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലെ വാക്യം വായിച്ചത് ഓർമ്മയില്ലേ? അനാഥരെയും വിധവമാരെയും കരുതണം, പരദേശിക്ക് വേണ്ടി കരുതണം. അങ്ങനെ കരുതുന്നൊരു ദൈവം. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എത്രയധികമെന്ന് പറയാനാണ് ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞത്? പഴയ നിയമത്തിലേക്കാൾ പുറകോട്ടാണോ പുതിയ നിയമം? പുതിയ നിയമത്തിലെ എത്രയധികം ഹൃദയവിശാലത, എത്രയധികം മനസ്സൊരുക്കം. അങ്ങനെ വന്നാൽ ഒരു പാസ്റ്ററും ധനവാനാകുന്നില്ല. നിങ്ങൾ മലയാളക്കരയിൽ ഇറങ്ങി നോക്ക്. കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള ഉപദേശിമാർ എത്രമാത്രമാ? അവരിൽ എത്ര പേര് പങ്കുവെക്കപ്പെടലിൻ്റെ മനോഭാവമുള്ളവരുണ്ട്? എത്ര പേര് പങ്കുവെക്കുവാൻ മനോഭാവമുള്ളവരുണ്ട്? ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ അവർക്ക് തിരിയോ? നമ്മെ ഓരോരുത്തരെയും പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവകുടുംബത്തിലാണ്. അങ്ങനെ ദൈവകുടുംബത്തിലേക്ക് വന്നിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അസറ്റ്സ്, അത് എന്തോ ആകട്ടെ, അതെല്ലാം പങ്കുവെക്കാനുള്ള മനോഭാവമുള്ളവരായിരിക്കണം. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എനിക്കത് ഉറപ്പിച്ചു പറയാം. ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സഹോദരൻ ചിന്തിക്കുകയാണ്, അവരെന്താ പങ്കുവെക്കാത്തതെന്ന്. നീ ചിന്തിക്കണ്ട, നീ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. അങ്ങനെ ചിന്തിക്കണ്ട, അത് ദൈവം കരുതും. നിന്റെ കാര്യത്തിൽ മറ്റ് കരങ്ങൾ നീണ്ടു വരാത്തതിൻ്റെ കാരണം നിന്നെ ചിലത് പഠിപ്പിക്കാനുണ്ടെന്നേ. നിന്നെ പഠിപ്പിക്കാനുണ്ട്. നിന്റെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല കരങ്ങളും നീണ്ടു വരാത്തത്. സ്പെഷ്യൽ കേസാണ് നിന്റെ കേസ്. അവിടെ നിൽക്ക്, നീ അത് പറയാൻ വരട്ടെ. അതൊക്കെ ഞങ്ങൾ മറ്റു കൂട്ടു സഹോദരങ്ങൾ പറഞ്ഞോളാം. നീ മിണ്ടാതിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ക്ഷാമത്തിലൂടെ പോയപ്പോൾ യെരുശലേമിലെ സഭ ഒരു അക്ഷരം മിണ്ടിയില്ല. അയ്യോ ക്ഷാമമാണേ, ഗുഡ് ന്യൂസിൽ പരസ്യം കൊടുത്തില്ല അവർ. അത് അറിഞ്ഞു കേട്ട് മറ്റിടങ്ങളിലെ വിശുദ്ധന്മാർ കൈത്താങ്ങൽ കൊടുക്കുകയായിരുന്നു അവർക്ക്. അതാണ് ക്രിസ്ത്യാനിറ്റി. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ന്യൂസിലാൻഡിലെ സഭയെ മുൻനിർത്തിയും മറ്റുമായിട്ട്, അതായത് ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കോൺട്രിബ്യൂഷൻസ്, സാമ്പത്തികമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിണ്ടാത്ത ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെ നിൽക്കുന്നു എന്ന് കരുതി, ഞാൻ അങ്ങനെ പിന്നോട്ട് നിൽക്കുന്ന ആളാണ്, എനിക്ക് അങ്ങനെ അധികമൊന്നും വേണ്ട, ഞാൻ മുണ്ട് മുറുക്കി ഉടുത്തോളാം എന്ന് എപ്പോഴും പറയും. അത് എൻ്റെ കാര്യം. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ സ്വർഗത്തിലെ ദൈവം മറ്റ് കൂട്ടു സഹോദരങ്ങളെ, ഭാരതത്തിലിരിക്കുന്നവരെ, ശുശ്രൂഷ നിൽക്കുന്ന ദൈവദാസന്മാരെ, അവരെയൊക്കെ കൺമുമ്പിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കണ്ണ് തുറന്ന് കാണണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ സ്വരം ശ്രദ്ധിക്കണം. അതുപോലെ ഇപ്പം ന്യൂസിലാൻഡിലെ സഭ, അവിടെ ശുശ്രൂഷകനായിരിക്കുന്നു ഷിജു പാസ്റ്റർ. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്ന കാര്യമാണ്, ആത്മാവിൽ വന്നൊരു ബോധ്യമാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യം ജീവിച്ചു പോകാനായിട്ടുള്ള ഒരു തൊഴിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻപ് അവിടെ എബി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു കൂട്ടായ്മ മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ പല കാര്യങ്ങളില്ലേ ആ കാര്യത്തിലൊക്കെ വിശുദ്ധന്മാർ വേണ്ട രീതിയിൽ അറിഞ്ഞ് കൈകാര്യം ചെയ്യണം. ചെയ്യുന്നില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ഈ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ നമ്മുടെ ശുശ്രൂഷകന്മാർ ഒരു കാര്യം ചോദിക്കാനും പറയാനും ഒരിക്കലും ഇടവരരുത്. ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും പറയാൻ ഇടവരരുത്. അറിഞ്ഞ് ചെയ്യണം. അതാണ് ക്രിസ്തു അകത്തുള്ളവരുടെ നേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. എല്ലാ കാര്യങ്ങളും, സഭയുടെ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു സ്ഥലത്ത് പോയി, ഒരു ചർച്ചിൽ. അപ്പം അവിടെ മീറ്റിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ വലിയ സംവിധാനമാകട്ടെ, വലിയ ചർച്ചാണ്, വലിയ സംവിധാനമാണ്, വലിയ പഴക്കമില്ല, എല്ലാം പുതിയ കാലത്തെ നിർമ്മിതിയാണ്. അപ്പം ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ ഒന്ന് പോയി, യൂറിൻ പാസ് ചെയ്യാനായിട്ട് ടോയ്ലറ്റിലൊന്ന് പോയി. അവിടെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഒക്കെ ഉണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അവിടെ ഒന്നും അതൊന്നും ക്ലീൻ അല്ല. അതൊന്നും ക്ലീൻ അല്ല, വേണ്ട വിധത്തിൽ ക്ലീൻ അല്ല. ആ ലോക്കൽ ചർച്ചിൻ്റെ പരിസരത്തെങ്ങാനുമാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ, ഞാൻ ആ ചർച്ചിലെ മെമ്പറാണെങ്കിൽ, വേറെ ആരും അത് ചെയ്യാനായിട്ട് ഞാൻ അവസരം കൊടുക്കില്ല. ഞാൻ തന്നെ രാവിലെ ഓടി വന്ന ടോയ്ലറ്റ് എല്ലാം കഴുകി ക്ലീൻ ചെയ്യും. എന്നിട്ട് ഞാൻ അവിടെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ആത്മസംതൃപ്തി ഒന്ന് വേറെയായിരിക്കും. കുഞ്ഞച്ചന്മാരെല്ലാം വലിയ ബെഞ്ച് കാറിലിങ്ങനെ വന്ന് നിർത്തി ഏമ്പക്കവും വിട്ട് ഇറങ്ങി വരും. എന്നിട്ട് കൈ അടിച്ച് പാട്ട് പാടാൻ തുടങ്ങും. അവിടെയെല്ലാം വിചാരം എന്നാ, ഈ പാസ്റ്റർക്കും കെട്ടിയൊക്കെ ഇത് ചെയ്താൽ എന്താണെന്നാണ്. ആ ലോക്കലിലെ പാസ്റ്ററെ സംബന്ധിച്ച് അവർക്ക് അന്ന് ഒത്തിരി ഭാരിച്ച തിരക്കുള്ളൊരു ദിവസമായിരുന്നു. വലിയ ഭാരിച്ച തിരക്കുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞ് അവിടെ ഫുഡ് പരിപാടികൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടി കാണില്ല. ഗസ്റ്റായിട്ട് ചെന്ന് ഞാനത് ശ്രദ്ധിച്ചു. അവിടെ ഈ തമ്പേറൊക്കെ തല്ലിപ്പൊളിക്കുന്ന ആൺപിള്ളേർ ഒത്തിരി ഇരിപ്പുണ്ടല്ലോ, പെൺപിള്ളേരും ഉണ്ട്. സുന്ദരി കോതകളും സുന്ദരന്മാരും അവിടെ ഇരിപ്പുണ്ട്. അവരുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ തന്നെയാണ് എൻ്റെ മേലും പകർന്നിരിക്കുന്നത്. സ്പെഷ്യൽ ആത്മാവൊന്നുമില്ല, അതേ പരിശുദ്ധാത്മാവ് തന്നെ എനിക്കും ഉള്ളത്. ഞാൻ ചിന്തിച്ച കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ പരിസരത്തായിരുന്നെങ്കിൽ ഞാൻ ആ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിട്ട് വീട്ടിൽ പോയി കുളിച്ച് ആരാധനയ്ക്ക് വരികയുള്ളൂ. അത് എൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ എടുക്കും. ഞാൻ പാസ്റ്ററോട് പറയും, പാസ്റ്ററെ ടോയ്ലറ്റൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം, പാസ്റ്റർ കഷ്ടപ്പെടണ്ട. ആ ശുശ്രൂഷകന്റെ ഹൃദയം തണുപ്പിക്കും. ഇപ്പോൾ അവിശ്വസ്തരായ ശുശ്രൂഷകന്മാർ നിമിത്തം മൊത്തത്തിലൊരു സംസാരവും ചിന്തകളും ഉണ്ട് ആളുകളുടെ ഇടയിൽ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ്റ്റർമാരെന്തിനാ കൂടുതൽ കാര്യത്തിൽ തലയിടാൻ വരുന്നത്? ഇവന്മാരെല്ലാം പണത്തിന് വേണ്ടി നടക്കുന്നതാണ്, ഇവന്മാരെല്ലാം അതിനു വേണ്ടി നടക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിലാണ് പൊതുലോകത്ത് ഇപ്പോൾ സംസാരങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ 10 മണിക്ക് പോവുക, പാട്ട് പാടുക, എന്തെങ്കിലും ചില്ലറ കൊടുക്കാൻ്റെ കൊടുക്കുക, 1 മണിക്ക് വീട്ടിൽ പോവുക. നമുക്കിതുമായിട്ടൊരു ബന്ധം വേറെ ഇല്ല. വല്ല കോട്ടേജ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോവും, ചാപ്പാടടിക്കും, തിരിച്ചു പോരും. നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമ്മളും ആർഭാടമായിട്ട് ചാപ്പാട് കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ ഒരു പ്രാദേശിക കൂട്ടായ്മ റൺ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ താമസിക്കുന്ന ശുശ്രൂഷകനോടുള്ള ബന്ധത്തിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നു വിചാരിക്കുക. ഗസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. അപ്പം മറ്റ് സഹോദരിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ചോദിക്കണം, ഞങ്ങളുടെ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഒരു കറിക്കറിയാനോ ഒരു കറിക്കരിയാനോ അല്ല എന്തെങ്കിലും കാര്യം, ഞങ്ങളാൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ. സഹോദരന്മാർ വന്നിട്ട് ഈ പറഞ്ഞ പോലെ അടിച്ചു വാരാനും തൂക്കാനും ഒക്കെ. അല്ല, ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിനകത്ത് ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ? ആർക്കറിയാം? എന്തായാലും അടിച്ചു വാരാനും തൂക്കാനും ഒക്കെ, പായിടാനും ഒക്കെ ആ പാസ്റ്റർക്ക് ഒരു ആശ്വാസം ലഭിക്കണം. സഹോദരങ്ങളെ, ഒത്തിരി ബദ്ധപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ദൈവവചനം പ്രസംഗിക്കാൻ വരുമ്പോൾ അവർക്ക് ശാന്തമായിട്ട് ഈ കാര്യങ്ങളെ പറയാനായിട്ട് പറ്റാതെ പോകും ചിലപ്പോൾ. അപ്പോൾ അവർ ആശ്വാസത്തോടെ ദൈവവചനം ധ്യാനിക്കുകയും അതിനൊക്കെ സമയമൊക്കെ കിട്ടും. നമ്മൾ ഒരു കൈത്താങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ മനോഭാവം നിമിത്തമാണ് ഞാൻ ഇത്രയും കടത്തിയൊക്കെ പറഞ്ഞത്. അപ്പം നമ്മുടെ സഹോദരങ്ങളൊക്കെ ഈ വക കാര്യങ്ങളിലൊക്കെ ഉത്സാഹികളായിരിക്കണം. മക്കതോന്യ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചവരാ, ചിന്തിച്ചിട്ടുള്ളവരാ. 2 കൊരിന്ത്യർ ലേഖനം 8 ആരംഭ വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നത്: സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. കഷ്ടതയാണ്, മഹാദാരിദ്ര്യമാണ്, അതിൻ്റെ നടുവിലും അവർ ഔദാര്യം കാണിപ്പാൻ മനസ്സുള്ളവരായിരുന്നു. ഞാൻ എപ്പോഴും ഈ മക്കതോന്യ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നയാളാണ്. മക്കതോന്യ സഭയെക്കുറിച്ച് ആരും അവരെ ചാട്ട കയറ്റിയിട്ടല്ല, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്താൽ അനുഗ്രഹമാകട്ടോ, 1 വെച്ചാൽ 2 കിട്ടും. അയ്യോ, 1 വെച്ചാൽ 2 കിട്ടുമെന്നോ? ഇവിടെ 1 വെച്ചാലും 2 വെച്ചാലൊന്നുമില്ല. മക്കതോന്യ സഭ തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ അല്ലേ സഹോദരന്മാരെ? മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ കൊരിന്ത്യരെ നിങ്ങൾ അറിയണം. അല്ല, മക്കതോന്യർക്ക് ലഭിച്ച അതേ ദൈവകൃപയല്ലേ കൊരിന്ത്യർക്ക് ലഭിച്ചത്? അതേ ദൈവകൃപയല്ലേ കൊരിന്ത്യർക്ക് ലഭിച്ചത്? കൊരിന്ത്യർക്ക് വേറെ ദൈവകൃപയല്ലാണോ? അപ്പം മക്കതോന്യരുടെ മനോഭാവം എന്താ? അതേ മനോഭാവം കൊരിന്ത്യർക്കും വേണ്ടേ? സൗരങ്ങളിൽ നമ്മൾ എവിടെയാ പറഞ്ഞു തുടങ്ങിയെന്ന് ഓർത്തേ? മെസ്സേജ് പോയി അവസാനിച്ചത് എങ്ങനെയാ?
നമ്മുടെ ടോപ്പിക് ഇന്നും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്കത് പൂർത്തീകരിക്കാം. ഒടുവിലേക്ക് പറഞ്ഞു വന്നപ്പോൾ ഗൗരവമായ കാര്യങ്ങളാണ് പറഞ്ഞത്. സമയം ഒത്തിരി പോയെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയം പോയെങ്കിലും ഞാൻ ആ സമയം എടുത്ത നടത്തിപ്പ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പറയാതിരിക്കാൻ കഴിയില്ല. പറയണം. നമ്മൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്, മറക്കരുത്. ഇവിടെയെല്ലാം സ്വരുക്കൂട്ടി വെച്ചിട്ട് കോടാനുകോടി വർഷത്തേക്കുള്ളത് ഞാൻ സമ്പാദിച്ചു എന്ന് പറഞ്ഞ ആശ്വാസത്തോടെ പോകാനല്ല നമ്മൾ ഈ മാർഗത്തിൽ വന്നിരിക്കുന്നത്. ഓർക്കണം, പങ്കുവെക്കലിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്ക് പങ്കുവെച്ച് തന്നതാണ്. അതേ മനോഭാവം നമുക്കും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നത്. അല്ലാതെ ഇവിടെ നമുക്ക് കോടാനുകോടിയുണ്ട്. നിങ്ങൾ ഓർക്കണം, മലയാളക്കരയിൽ കുമ്പനാടെന്ന് പറയുന്ന ദേശത്ത് അവിടെയുള്ള ബാങ്കുകളിൽ പെന്തക്കോസ്റ്റുകാരുടെ പണം കെട്ടിക്കിടക്കുകയാണ്. ആ അക്കൗണ്ടുകൾക്ക് പലതിനും നോമിനി ഇല്ലാത്തതുകൊണ്ടോ എനിക്കറിയില്ല, അവകാശികളില്ലാത്തതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം, സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയാണ്. കോടാനുകോടിയാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. കഷ്ടം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ശുശ്രൂഷകർ സ്വാർത്ഥരായിപ്പോയി, വിശ്വാസികൾ സ്വാർത്ഥരായിപ്പോയി. ആ സ്വാർത്ഥതയിൽ നിന്ന് അവർ പുറത്തേക്ക് വരണമെങ്കിൽ ക്രൂശ് പ്രസംഗിക്കണം, ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിക്കണം. ഇവിടെ അന്യരും പരദേശികളാണെന്ന് പഠിപ്പിക്കണം. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ക്രിസ്തുവിൻ്റെ നിന്ന വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സഹോദരനെ കരുതണം, ശുശ്രൂഷകരെ കരുതണം, ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങാകണം നമ്മൾ. നമ്മുടെ സഹോദരങ്ങളെല്ലാം അങ്ങനെ ദൈവരാജ്യത്തിന് സഫലന്മാരായി തീരണം. വേറിട്ടൊരു സമൂഹമായിട്ട് നമ്മിൽ നിന്ന് ആ പ്രകാശം അനേകരിലേക്ക് പകരണം. അങ്ങനെ മലയാളക്കരയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദൈവസഭകൾ അതിൻ്റെ ചൈതന്യത്തിൽ നിൽക്കണം. ആ ചൈതന്യത്തിലേക്ക് മടങ്ങി വരണം, ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. പെന്തക്കോസ്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് കൂട്ടായ്മയായിരുന്നു. ആളുകൾ കൊതിക്കുമായിരുന്നു, ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നു, ഉറ്റുനോക്കുമായിരുന്നു. അവരുടെ കൂട്ടായ്മ, അതിൻ്റെ ഗൗരവം, അതിൻ്റെ മാധുര്യം ഒന്ന് വേറെയായിരുന്നു. ഇന്നതൊക്കെ കൈമോശം വന്നുപോയി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടിവരവും ഈ ചിന്തകളും ഗഹനമായ കാര്യങ്ങളാണ്. നാം വന്നിരിക്കുന്ന ഈ കൃപയുടെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്, ന്യായപ്രമാണം എന്തിനു കൊടുത്തു, അതിൻ്റെ ഗൗരവം, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചത്. എന്തായാലും ആ വിഷയം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. നമുക്ക് അടുത്ത ദിവസം അതിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും പോകാം. അങ്ങനെ അത് പര്യവസാനിക്കാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്